ഹായ് മക്കളെ, എല്ലാവർക്കും ചില ക്ലാസ്സസിന്റെ അടുത്തൊരു ലെക്ചർ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം ഫിറോസ് സാർ. നമുക്കറിയാം, നമ്മള് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആഷിഖ് സാർ നമുക്ക് എന്താണ് മക്കളെ സെറ്റ്സിന്റെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഡിസ്കസ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ മുഴുനീളം നിങ്ങളുടെ ഒപ്പം ആരുണ്ടാകും മക്കളെ? നിങ്ങളുടെ സ്വന്തം ഫിറോസ് സാർ ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. നമുക്ക് ചാപ്റ്ററിന്റെ ഒരു ഓവർവ്യൂ, NCERT നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന എന്താണ് എന്നുള്ളൊരു ഓവർവ്യൂ മൊത്തത്തിൽ നമുക്ക് നോക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് മുമ്പ് എൻട്രൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന എക്സാം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ചില ടിപ്സ് ട്രിക്സ്, അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ചില കണ്ടന്റുകൾ നമുക്കറിയാം NCERT നമുക്ക് ഉണ്ട് എന്നാലും മറ്റ് ചില ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഡിസ്കസ് ചെയ്ത് നമുക്ക് സെറ്റായിട്ട് സൂപ്പറായിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ലെക്ചർ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. സോ നമ്മുടെ ബേസിക് ആയിട്ട് ആദ്യം നമ്മുടെ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം നോക്കുന്നത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് അറിയേണ്ട ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ഫോർമുലാസ് കാര്യങ്ങളൊക്കെയാണ്. സോ എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് A ക്രോസ് B എന്ന് പറയുന്നത്? ഓക്കെ, സോ A ക്രോസ് B എന്ന് പറയുന്നത് സെറ്റ് ആണ്. എങ്ങനെയുള്ള സെറ്റ് ആണ്? സെറ്റ് ഓഫ് AB ആണ് അല്ലെ? സെറ്റ് ഓഫ് എന്താണ് മക്കളെ? AB, സച്ച് ദാറ്റ് A എലമെന്റ് ഓഫ് എയും B എലമെന്റ് ഓഫ് ബിയും ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് A ക്രോസ് B. ഓക്കെ, സോ A ക്രോസ് ബിയിലെ ആൾക്കാരെല്ലാം ഓർഡേർഡ് പെയർ ആയിരിക്കും. അതിൽ ആദ്യത്തെ എലമെന്റ് ആദ്യത്തെ സെറ്റിൽ നിന്നും രണ്ടാമത്തെ എലമെന്റ് രണ്ടാമത്തെ സെറ്റിൽ നിന്നും വരും. അങ്ങനെ വരുന്ന എല്ലാ എലമെന്റുകളുടെയും കളക്ഷൻ, എല്ലാ പേരുകളുടെയും കളക്ഷനെയാണ് നമ്മൾ A ക്രോസ് B എന്ന് വിളിക്കുന്നത്. ഇനി കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് A ക്രോസ് A. ഓക്കെ, 3 പ്രാവശ്യം ക്രോസ് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ എന്ത് വരാം? A ക്രോസ് A ആൻഡ് ABC 3 പേര് ഓർഡേർഡ് ട്രിപ്ലറ്റ് ആയിരിക്കാം. ഓക്കെ, അതിൽ നമുക്കറിയാം ഇവിടെ നമ്മള് A ക്രോസ് A ആയതുകൊണ്ട് തന്നെ ABC 3 പേര് എവിടെ നിന്നുള്ള ആളായിരിക്കണം? A എന്നുള്ള ആളായിരിക്കണം. ഓക്കെ, അപ്പൊ ഓർഡർ ട്രിപ്ലറ്റ് 3 പേരെ ക്രോസ് ചെയ്യുന്നതാണെങ്കിൽ ഓർഡർ ട്രിപ്ലറ്റ് ആയിരിക്കും. 2 പേരെ ക്രോസ് ചെയ്യുമ്പോൾ ഓർഡർ പെയർ ആയിരിക്കും. ഈ ഓർഡർ പെയർ എന്ന് കണക്ട് ചെയ്താണ് നമ്മൾ റിലേഷൻസ് ഫങ്ഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ കടക്കുന്നത്. സോ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ആണ്. ഒന്നുമല്ല, N ഓഫ് A ക്രോസ് B എന്ന് പറയുന്നത് എന്താണ്? N of A cross B എന്ന് പറയുന്ന N of A into okay, N of A into N of A into N of B ആണ്. ഓക്കെ, N of A into N of B ആണ്. സോ നമുക്ക് വേണമെങ്കിൽ പറയാം N of A എന്ന് പറയുന്നത് സം M ഉം N of B എന്ന് പറയുന്നത് സം N ഉമാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ N of A cross B എങ്ങനെ എടുക്കാം? Mn എന്ന് പറഞ്ഞെടുക്കാം. M into N, എയിലെ ആൾക്കാരുടെ എണ്ണം ഇൻറ്റു ബിയിലെ ആൾക്കാരുടെ എണ്ണം. ഓക്കെ, ഇനി സബ്സെറ്റ് ഓഫ് A ക്രോസ് B. ഓക്കെ, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് A ക്രോസ് B. A ക്രോസ് ബിയിലെ സബ്സെറ്റുകളുടെ എണ്ണം നമുക്കറിയാം. ഒരു സെറ്റിൽ എത്ര ആൾക്കാരുണ്ടോ അത് 2 അത്രയുമാണ് നമുക്ക് സബ്സെറ്റുകളുടെ എണ്ണം. സോ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് A ക്രോസ് B എന്ന് പറയുന്ന 2 ആയിരിക്കും. ഓക്കെ, സബ്സെറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ അടുത്ത് നോക്കുന്ന റിലേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? എനി സബ്സെറ്റ് ഓഫ് A ക്രോസ് B is a relation from A to B. എയിൽ നിന്ന് ബിയിലോട്ട് വരുന്ന റിലേഷൻ എന്ന് പറയുന്നത് A ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ്. ഓക്കെ, ഓരോ സബ്സെറ്റുകളും ഓരോ റിലേഷൻ ആണ്. സോ നമ്മൾക്ക് നമ്പർ ഓഫ് റിലേഷൻസ്, ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ പറയാൻ വേണമെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B. എന്ത് പറയാം മക്കളെ? നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ഫ്രം A to B എന്ന് പറയുന്നത് എത്ര വരും മക്കളെ? നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B എന്ന് പറയുന്നത് 2 ആണ്. ഇനി ആ റിലേഷൻസിന് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ നോക്കേണ്ടി വരും. അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ എനി സബ്സെറ്റ് ഓഫ് A ക്രോസ് B is a relation from A to B ആണ്. ഓക്കെ, ഇനി നമുക്ക് അറിയാനുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. ഓക്കെ, സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻ മുമ്പ് നമുക്ക് അറിയാനുള്ള 2 ടൈപ്പ് ഓഫ്
സിമ്പിൾ റിലേഷൻസ് ഉണ്ട്. ഒന്ന് യൂണിവേഴ്സൽ റിലേഷനും അതുപോലെ എംപ്റ്റി റിലേഷനുമാണ്. എംപ്റ്റി റിലേഷനിൽ ആരും ഉണ്ടാകത്തില്ല. യൂണിവേഴ്സൽ റിലേഷൻ എ ക്രോസ് ബി തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ അതല്ലാതെ നമുക്ക് ആവശ്യമുള്ള നമ്മളുടെ ഇനി പരീക്ഷയുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. 3 ടൈപ്പ് ഓഫ് റിലേഷൻ ഉണ്ട്. ഒന്ന് റിഫ്ലെക്സീവ് റിലേഷൻ, മറ്റൊന്ന് സിമെട്രിക്കൽ, ഓക്കെ, മൂന്നാമത്തത് ട്രാൻസിറ്റീവ് റിലേഷൻ. എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ? റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എ റിലേറ്റഡ് ടു എ തന്നെ ആകണം. ഓക്കെ, എ എന്ന് പറയുന്നത് ആറിൽ ഉണ്ടാകണം, റിലേഷൻ ആറിൽ ഉണ്ടാകണം. സിമെട്രിക്കൽ റിലേഷൻ എന്ന് പറയുന്നത് എ ബി ആറിൽ ഉണ്ടെങ്കിൽ ബി എ ആറിൽ ഉണ്ടാകണം. എ ബി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ പറ്റി ചിന്തിച്ചാൽ മതി, ബി എനെ പറ്റി ചിന്തിച്ചാൽ മതി. സോ എ ബി ആറിൽ ഉണ്ടെങ്കിൽ ബി എ ആറിൽ ഉണ്ടാകണം. ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത് എ ബിയും ബി സിയും ആറിലുണ്ടെങ്കിൽ, എ ബിയും ബി സിയും ആ റിലേഷന്റെ അകത്തുണ്ടെങ്കിൽ ആരുണ്ടാകണം? എ സി ആ റിലേഷന്റെ അകത്ത് ഉണ്ടാകണം. ഓക്കെ, സോ ഇനി ഇത് 3 അടങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന മക്കളെ? ഇക്വലൻസ് റിലേഷൻ. ഇത് 3 അടങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന? ഇക്വലൻസ് റിലേഷൻ. ഓക്കെ, സോ എ റിലേഷൻ ആർ ഓൺ എ ഈസ് കാൾഡ് എൻ ഇക്വലൻസ് റിലേഷൻ ഇഫ് ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഓക്കെ, അപ്പൊ ഇത് 3 അടങ്ങുന്നതിനെ നമുക്ക് ഇക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കാം. അപ്പൊ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ആറിലുണ്ടെങ്കിൽ എല്ലാ എക്കും, ഓക്കെ, നമ്മളുടെ എ ക്രോസ് എ കണക്ട് ചെയ്താണ് നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷൻസ് പറയുന്ന. സോ എയിൽ ഉണ്ടാകുന്ന ഈ സ്മോൾ എസ് ആണെങ്കിൽ ആ എല്ലാ ആൾക്കാർക്കും, ഓക്കെ, അതായത് നമുക്ക് ഡൊമൈനിൽ ഉണ്ടാകുന്ന എല്ലാ എലമെന്റുകൾക്കും അവര് തന്നെ ഇമേജ് ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം മക്കളെ? അത് റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പറയാം. ഇനി എ ബി ഉണ്ടെങ്കിൽ ആരുണ്ടാകണം? ബി എ ഉണ്ടാകണം. എ ബി ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടാകണം. എ ബിയുമായിട്ട് റിലേറ്റഡ് ആണ്, ബി സിയുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ എ സിയുമായിട്ട് റിലേറ്റഡ് ആകണം, എങ്കിൽ ട്രാൻസിറ്റീവ് എന്ന് പറയാം. ഓക്കെ, സോ ഇനി നമുക്ക് ഒരു ആർ എന്ന് പറയുന്ന ഒരു ഇക്വലൻസ് റിലേഷൻ ആണ് എന്ന് കരുതുക. ആർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ മൊത്തം കിട്ടൂലേ? ആ ആൾക്കാരെ മൊത്തം വെച്ച് നമ്മൾ ഒരു സെറ്റ് ഫോം ചെയ്താൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഇക്വലൻസ് ക്ലാസ്. ഓക്കെ, ഇക്വലൻസ് ക്ലാസ് ഓഫ് എ എന്ന് പറയാം. അപ്പൊ എയുമായിട്ട് റിലേറ്റ്, അപ്പോൾ നമുക്ക് ഒരു എലമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും, ഓക്കെ, ഒരു എലമെന്റിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന എല്ലാ ആൾക്കാരെയും കൂടെ നമ്മൾ ഒരു സെറ്റിൽ എടുത്തു വെച്ചാൽ അവരെ വിളിക്കുന്ന പേരാണ് ഇക്വലൻസ് ക്ലാസ് ഓഫ് എ. ഓക്കെ, അത് ജസ്റ്റ് അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ആ നൊട്ടേഷൻസ് കാര്യങ്ങളൊക്കെയാണ് അടുത്ത് നമ്മൾ അറിയേണ്ടത്. ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോകും, ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് റീകളക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് കൂടുതലും പ്രോബ്ലംസിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട 1-2 ഇമ്പോർട്ടന്റ് ടേംസുകളാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ടേമുകളാണ്. ഒന്ന് പ്രീ ഇമേജ് അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിലേഷനിൽ ആദ്യത്തെ എലമെന്റിനെ വിളിക്കുന്ന പേരാണ് പ്രീ ഇമേജ് അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്ന. അടുത്ത ഇമേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിലേഷനിലെ സെക്കൻഡ് എലമെന്റിനെ വിളിക്കുന്ന പേരാണ്. അടുത്ത ഡൊമൈൻ ഓഫ് ദ റിലേഷൻ ആർ. ഓക്കെ, ആർ എന്ന് പറയുന്ന റിലേഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് എലമെന്റുകളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കളക്ഷനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. റേഞ്ച് ഓഫ് ആർ എന്ന് പറയുന്നത് സെക്കൻഡ് എലമെന്റ്, അതായത് ഔട്ട്പുട്ടുകളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കളക്ഷനെ വിളിക്കുന്ന പേരാണ് റേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത കോഡൊമൈൻ ഓഫ് ദ റിലേഷൻ ആർ എന്ന് പറയുന്നത് റേഞ്ച് ഏത് സെറ്റിൽ നിന്നാണോ വരുന്നത് ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ്. നമ്മൾ ഇന്ന സെറ്റ് ആയിരിക്കണം ഈ ഔട്ട്പുട്ട് വരേണ്ട സെറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ കോഡൊമൈൻ എന്ന് വിളിക്കുന്നത്. ബേസിക് ആയിട്ട് ഇത്രയുമാണ് അറിഞ്ഞിരിക്കേണ്ട. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫംഗ്ഷൻസ് ആണ്. ഫംഗ്ഷൻസിലെ ഏറ്റവും ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡൊമൈൻ എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മൾ ഏതിൽ നിന്നാണോ എടുക്കുന്നത് അത് ഫുൾ ആയിട്ടും ഡൊമൈൻ ആയി മാറണം. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ പറയുന്ന ഫംഗ്ഷൻസ്. സോ എ റിലേഷൻ ആർ ഫ്രം എ ടു ബി ഈസ് കാൾഡ് എ ഫംഗ്ഷൻ ഓർ മാപ്പിംഗ്. ഓക്കെ, മാപ്പിംഗ് എന്ന് പറയാറുണ്ട്. സോ ആർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആകണമെന്നുണ്ടെങ്കിൽ എവരി എലമെന്റ് ഇൻ എ ഷുഡ് ഹാവ് എൻ ഇമേജ് ഇൻ ബി. എയിലുള്ള എല്ലാ ആൾക്കാർക്കും, സോ എയിൽ നിന്ന് ബിയിലോട്ടാണ് നമ്മൾ റിലേഷൻ പറയുന്നതെങ്കിൽ ഡൊമൈൻ ആര് തന്നെയാകണം? എ തന്നെയാകണം. അതാണ് ഇവിടെ പറയുന്നത്. എയിലുള്ള എല്ലാവർക്കും ഒരു ഇമേജ് എങ്കിലും വേണം. എയിലുള്ള എല്ലാവർക്കും ഒരു ഇമേജ് എങ്കിലും വേണം. അടുത്താണ് ഫോർ എനി എലമെന്റ് ഇൻ എ there should not be more than one image in B. എയിലുള്ള ഒരാള് ഒരു ഇൻപുട്ട് നമ്മൾ കൊടുത്താൽ നമുക്ക് 2 ഔട്ട്പുട്ട് വരാൻ പാടില്ല. ഒരു ഇൻപുട്ട് കൊടുത്താൽ ഒരു ഔട്ട്പുട്ട് തന്നെ വരണം. ഔട്ട്പുട്ട് യുണീക്ക് ആവണം എന്നില്ല. ഓക്കെ, സോ ഒരു ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് എത്ര കിട്ടണം? ഒരു ഔട്ട്പുട്ട് തന്നെ കിട്ടണം. സോ 1ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂ തന്നെ ആയിരിക്കണം. അല്ലാതെ 1ന് 2 ഔട്ട്പുട്ട് വരാൻ പാടുണ്ടോ? ഇല്ല. അതേസമയം ഒന്നിലധികം ആൾക്കാർക്ക് ഒരേ ഔട്ട്പുട്ട് വരാം, അത് പ്രശ്നമില്ല. പക്ഷെ ഒരാൾക്ക് 2 ഔട്ട്പുട്ട് വരാൻ പാടില്ല. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോ ബേസിക് ആയിട്ട് പറഞ്ഞാൽ എയിലുള്ള എല്ലാവർക്കും എക്സാക്ട്ലി 1 ഔട്ട്പുട്ട് വരണം. അങ്ങനെ വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ അഥവാ മാപ്പിംഗ്. ഇനി ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ആണ്. ആദ്യത്തെ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ 1-1 ഫംഗ്ഷൻ ആണ്. 1-1 ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? f of x1 equal to f of x2 ആണെങ്കിൽ x1 equal to x2 ആണ്. അതായത് ബേസിക് ആയിട്ട് പറഞ്ഞാൽ
ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജുകൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റുകൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജുകൾ വേണം. ഇനി നമുക്ക് ബേസിക് ആയിട്ട് പറഞ്ഞാൽ എന്താണ്, ഒരു ഇമേജ് എടുത്താൽ അതിന് എക്സാക്ട്ലി 1 പ്രീ ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ തിരിച്ച് ഫംഗ്ഷന്റെ ബേസിക് ഡെഫിനിഷൻ എന്താണ്, ഒരു ഇൻപുട്ട് എടുത്താൽ അതിന് എക്സാക്ട്ലി 1 ഔട്ട്പുട്ടേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇത് 1 ആകണമെങ്കിൽ ഒരു ഔട്ട്പുട്ട് എടുത്താൽ അതിന് എക്സാക്ട്ലി 1 ഇൻപുട്ടേ ഉണ്ടാകാൻ പാടുള്ളൂ. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റിലേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ എന്താണ് കണക്ട് ചെയ്യുന്ന ആൾക്കാർ എക്സാക്ട്ലി 1 ആയിരിക്കണം, അല്ലാതെ ഒന്നിൽ നിന്ന് 2 ആൾക്കാരിലോട്ടോ ഓക്കെ അതുപോലെ 2 ആൾക്കാരിൽ നിന്ന് ഒരാളിലേക്ക് ഒന്നും കണക്ഷൻ പോകാൻ പാടില്ല. അതാണ് 1-1 ഫംഗ്ഷൻ പറയുന്നത്. സോ നമുക്ക് ഇവിടെ പറയാൻ നോക്കിക്കേ, ഇമേജസ് അല്ല ഇമേജസ് സെയിം ആണെങ്കിൽ ഇൻപുട്ടും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതാണ് അതിന്റെ ബേസിക് ഐഡിയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന വേറൊരെണ്ണമാണ് മെനി വൺ ഫംഗ്ഷൻ. മെനി വൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതെന്തല്ല, 1-1 അല്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2-3 ഇൻപുട്ട് ആൾക്കാർക്ക് ഒരൊറ്റ ഔട്ട്പുട്ട് വരുന്നു. ഓക്കെ, അത് നമുക്ക് മെനി വൺ ആയിട്ട് എടുക്കാം. അടുത്തത് ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോഡൊമെയിനും റേഞ്ചും സെയിം ആയിരിക്കണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഔട്ട്പുട്ടുകൾ ഇമേജസുകളുടെ കളക്ഷൻ ഉണ്ടല്ലോ, ഇമേജസുകളുടെ കളക്ഷൻ എന്തായിട്ട് മാറണം, സെക്കൻഡ് സെറ്റ് ആയിട്ട് മാറണം, ബി ആയിട്ട് തന്നെ മാറണം. അങ്ങനെ മാറിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓൺ ടു ഫംഗ്ഷൻ. അങ്ങനെ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻ ടു ഫംഗ്ഷൻ. നമുക്കറിയാം റേഞ്ച് എപ്പോഴും എന്തായിരിക്കും, കോഡൊമെയിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അത് ഈക്വൽ ആയാൽ അതിനെ ഓൺ ടു ഫംഗ്ഷൻ എന്നും ഈക്വൽ അല്ലെങ്കിൽ അതിനെ ഇൻ ടു ഫംഗ്ഷൻ എന്നും വിളിക്കും. ഇനി ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒന്നുമല്ല 1-1 ഓൺ 2 ആണെങ്കിൽ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എന്താണ് നമ്മളുടെ ഫംഗ്ഷൻ എടുത്തു, ഫംഗ്ഷന് ഒരാൾക്ക് നമ്മൾ ഫംഗ്ഷന്റെ ബേസിക് ഡെഫിനിഷൻ എന്താ, ഒരാൾക്ക് എക്സാക്ട്ലി 1 ഔട്ട്പുട്ട് ഉണ്ടാകണം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഫംഗ്ഷനായി. ഓക്കെ, അപ്പൊ ഒരാൾക്ക് മിനിമം ഒരു ഔട്ട്പുട്ട് ഉണ്ടാകണം, ഒരാൾക്ക് ഒരു ഔട്ട്പുട്ടേ ഉണ്ടാകാനും പാടുള്ളൂ. അതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇതേ സാധനങ്ങളാണ് നമ്മൾ എന്തിനും പറഞ്ഞ ഇമേജസിന് പറഞ്ഞതാണ് 1-1 ഓൺ 2 ഇമേജ്. അതുപോലെ ഒരു ഔട്ട്പുട്ടിന് എക്സാക്ട്ലി 1 ഇൻപുട്ടേ ഉണ്ടാകാൻ പാടുള്ളൂ. ഏതൊരു ഔട്ട്പുട്ടിനും എക്സാക്ട്ലി 1 ഇൻപുട്ട് ഉണ്ടാകണം. ഓക്കെ, അതാണ് 1-1 ഓൺ 2 കൂടെ മിക്സ് ആയിട്ട് വരുന്നത്. സോ അങ്ങനെയുള്ള ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി അപ്പൊ നമ്മൾ ഫംഗ്ഷന് പറഞ്ഞ പ്രോപ്പർട്ടീസ് എത്രയും, ഡൊമൈനിന് പറഞ്ഞ പ്രോപ്പർട്ടീസ് എത്രയും ഇപ്പൊ കോഡൊമൈനും സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചും പറയാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതേ കാര്യങ്ങൾ തിരിച്ചും സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തിരിച്ച് കോഡൊമൈൻ ഡൊമൈനിലേക്ക് നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ പറയാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞതിന് തിരിച്ച് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മക്കളെ, ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ അത് എന്ത് ഫംഗ്ഷൻ ആയാലേ പറ്റുള്ളൂ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നതാണ് കോമ്പോസിഷൻ ഓഫ് എ ഫംഗ്ഷനും അതുപോലെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്താണ് എന്നൊക്കെയുള്ള ഒരു ബേസിക് ഐഡിയ ആണ്. സോ കോമ്പോസിഷൻ ഓഫ് എ ഫംഗ്ഷൻ g of f of x. g of f of x എന്ന് പറയുമ്പോൾ നോക്കിയേ, g of f of x. അപ്പൊ ആദ്യം എന്താ ഓപ്പറേറ്റ് ചെയ്യേണ്ടേ, ആദ്യം f of x നടക്കണം. എക്സിൽ നിന്ന് f of x ലേക്കുള്ള മാപ്പിംഗ് അതാണ് ആദ്യം നടക്കേണ്ടത്. ഓക്കെ, ആദ്യം എന്ത് നടക്കണം മക്കളെ, f of x നടക്കണം. ഓക്കെ, നോക്കിയേ f of x നടക്കണം. ഓക്കെ, ഇനി f of x നിന്ന് അടുത്ത ഫംഗ്ഷൻ g നടക്കണം. അതാണ് അപ്പൊ ആദ്യം ഇവിടെ നടക്കേണ്ടത് എന്താണ്, f of x നടക്കണം. സോ f of x വാല്യൂ കൊടുക്കണം. എന്നിട്ട് ആ വാല്യൂ ആർക്ക് കൊടുക്കണം, ജിക്കകത്ത് കൊടുക്കണം. ഓക്കെ, ആദ്യം എക്സിന്റെ വാല്യൂ എഫിന് കൊടുക്കണം, എഫിൽ കിട്ടുന്ന വാല്യൂ ആർക്ക് കൊടുക്കണം, ജിക്ക് കൊടുക്കണം. അങ്ങനെ എഴുതുന്ന ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ, അങ്ങനെ എഴുതുന്ന ഫംഗ്ഷനെയാണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ എഴുതുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. അപ്പൊ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം 2x² + 7 the whole square root. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. സോ നമ്മളുടെ റൂട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് റൂട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഫംഗ്ഷന്റെ ഉള്ളിലാണ് എന്ത് 2x² + 7 എന്ന് പറയുന്ന മറ്റൊരു പോളിനോമിയൽ ഫംഗ്ഷൻ നിൽക്കുന്ന മറ്റൊരു പോളിനോമിയൽ ഫംഗ്ഷൻ. അപ്പൊ സ്ക്വയർ റൂട്ട് ഒരു ഫംഗ്ഷൻ, അതിന്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ നിൽക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് പറയാനാണെങ്കിൽ അബ്സല്യൂട്ട് ഓഫ് ഓക്കെ sin 2x.
ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അബ്സല്യൂട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ സൈൻ ഉണ്ട്. ആ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിൽ ആരുണ്ട്? 2x ഉണ്ട്. 3 ഫംഗ്ഷനുകൾ, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ, അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ, അങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, കോമ്പോസിഷൻ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്ന. ഇനി നമ്മൾ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ എഫ് ഓഫ് ജി ഓഫ് എക്സ് ചെയ്യുമ്പോൾ എക്സും ജി ഓഫ് എഫ് ഓഫ് എക്സ് ചെയ്യുമ്പോഴും എക്സ് കിട്ടണം. അതായത് നമ്മൾ എഫിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടൊരു ഫംഗ്ഷൻ പറഞ്ഞു, ഇനി അടുത്ത ഫംഗ്ഷൻ പറയുമ്പോൾ തിരിച്ച് ഇതിലേക്ക് തന്നെ എത്തണം. ഓക്കെ, അപ്പൊ ആദ്യം ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇവിടെ നിന്നപ്പോ നമ്മൾ ആദ്യം ഇതാണ് നമ്മൾ നോക്കുന്നത് എഫ് ഓഫ്. ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ പറഞ്ഞു, അടുത്ത് തിരിച്ചുള്ള ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ആണെങ്കിൽ അത് നമുക്ക് തിരിച്ചു പറയാം. ഓക്കെ, അടുത്ത് എന്താണ്? ഇനി നമ്മൾ ജി ഓഫ് എക്സ് തിരിച്ച് അങ്ങോട്ട് പോയി, എഫ് ഓഫ് എക്സ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ എത്തി. എഫ് വൈ ആണേ, വൈ വെച്ച് പറയാം, അതെനിക്ക് കുറച്ചും കൂടെ നല്ലത്. അല്ല, ഇത് എക്സ് തന്നെ, ഇത് വൈ പറയാം. ഓക്കെ, വൈ ആയിട്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ജി, ഇതാണ് നമ്മളെ ജി ഓഫ് എക്സ് ആയിട്ട് എടുത്താൽ. ഓക്കെ, ഇവിടെ നിന്ന് ആദ്യം ഇങ്ങോട്ടൊരു ഫംഗ്ഷൻ പറഞ്ഞു, എന്നിട്ട് തിരിച്ചു പറഞ്ഞു. അപ്പൊ നമ്മൾ തുടങ്ങിയ വൈ വാല്യൂവിൽ തന്നെ എത്തി. അതാണ് ഇതിന്റെ മീനിങ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നിടത്ത് തന്നെ നമ്മൾ തിരിച്ചു, 2 ഡയറക്ഷനിൽ പോയപ്പോൾ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന എന്താണ് ഇൻവേർട്ടബിൾ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത് മക്കളെ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് ആൻഡ് ജി of y are invertible functions. F invertible function ആണെന്ന് പറയാം. ഓക്കെ, അടുത്ത g is the inverse of f എന്ന് പറയാം. ഇതൊക്കെ ബേസിക് ഐഡിയാസ്, കോൺസെപ്റ്റ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ ബേസിക് ഐഡിയാസ്, കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന സെയിം സാധനങ്ങൾ തന്നെ ബേസിക് ഐഡിയാസ്, കോൺസെപ്റ്റിലൂടെയാണ് നമ്മളൊന്ന് പോയത്. ഇനി നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നൊക്കെയൊന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Okay, so ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. Let the function y equals 1 minus cos x the whole inverse where x not equal to 2n pi and n is an integer. Okay, x not equal to 2n pi എന്ന് പറഞ്ഞിട്ടുണ്ട്, n is an integer പറഞ്ഞിട്ടുണ്ട്. Okay, so അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ മോഡലിലാണ് വരുന്നതെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ട what is the range of the ഫംഗ്ഷന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് 2n പൈ വരാൻ പറ്റില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, സപ്പോസ് എന്താണ് എക്സ് ഈക്വൽ ടു 2n പൈ, ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു 180 ആണെന്ന് വിചാരിക്കും. 180 അല്ലല്ലോ, സോ 2n പൈ എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ നമുക്ക് പറയാം 360 ഒക്കെയാണ് വരുന്നത്, 2 പൈ. ഓക്കെ, 2 പൈ ഒക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോസ് 2 പൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോസ് 2n പൈ എന്ന് പറയുന്നത് എന്തായിരിക്കാം? 1 ആയിരിക്കും. സോ അത് 0 ആയിട്ട് പോകും. 0യുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. സോ അതുകൊണ്ടാണ് അത് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത്. നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് മൊത്തത്തിൽ നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ട മക്കളെ? റേഞ്ച് ആണ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് y ഈക്വൽ ടു, നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? y ഈക്വൽ ടു 1 മൈനസ് കോസ് ഇൻവേഴ്സ് എന്നാണ് പറഞ്ഞത്, കോസ് എക്സ് ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് എന്നാണ് പറഞ്ഞത്. അതായത് 1/1 മൈനസ് കോസ് എക്സ്. ഇതാണ് സാധനം ബേസിക് ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കോസ് എക്സിന്റെ റേഞ്ച് എന്താണ്? റേഞ്ച് ഓഫ് കോസ് എക്സിന്റെ റേഞ്ച് എങ്ങനെയാണ് മക്കളെ വരുന്നത്? കോസ് എക്സിന്റെ റേഞ്ച് നമുക്കറിയാം. കോസ് എക്സിന്റെ വാല്യൂ വരുന്നത് 0ക്കും -1നും 1നും ഇടയ്ക്കാണ്. ഓക്കെ, കോസ് എക്സിന്റെ റേഞ്ച് എന്താ വരുന്നത്? -1 to 1 ആണ്. ഓക്കെ, 1ഉം വരാം, -1ഉം. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള വാല്യൂസുകളും വരാം. ഇതാണ് എന്തിന്റെ റേഞ്ച്? കോസ് എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ റേഞ്ച് ഓഫ്, ഞാൻ വീണ്ടും എഴുതുന്നില്ല, റേഞ്ച് ഓഫ് 1 മൈനസ് കോസ് എക്സിന്റെ റേഞ്ച് എങ്ങനെ വരാം? നോക്കിക്കേ മക്കളെ, 1 മൈനസ് കോസ് എക്സ് നമുക്കറിയാം 1 കുറയ്ക്കണം, 1ൽ നിന്ന് ഇത് കുറയ്ക്കണം അല്ലേ? 1ൽ നിന്ന് നമ്മളിവിടെ -1 കുറയ്ക്കുമ്പോൾ 2 ആയിട്ട് മാറും, 1ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 0 ആയിട്ട് മാറും. സോ 2ൽ നിന്ന് 1ലേക്കാണ് വാല്യൂസുകൾ വരുന്നത്. ഓക്കെ, 1ൽ നിന്ന് കുറയ്ക്കുന്നതാണ്. ഇവിടെ നമുക്ക് എന്തായാലും വാല്യൂ കൂടി പോകുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 1ൽ നിന്ന് അത് കുറയ്ക്കുമ്പോൾ കുറഞ്ഞു വരും. അതെങ്ങനെയാണ്? 2ൽ നിന്ന് 0യിലേക്കാണ് വരുന്നത്. സോ ഇവിടെ ജസ്റ്റ് വാല്യൂസ് കൊടുത്തു നോക്കിയാൽ മതി. 1 മൈനസ് 1 2 ആകും, 1 മൈനസ് 1 0 ആകും. ഓക്കെ, അപ്പൊ നമ്മള് 2ൽ നിന്ന് 1ലേക്ക് കുറഞ്ഞാണ് വാല്യൂസ് വരുന്നത്. സോ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 to 2 ആയിരിക്കും.
ഓക്കെ, ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 0 to 2 ആയിരിക്കും വരുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ? എങ്ങനെ വന്നെന്നുള്ള ഐഡിയ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഓക്കെ, ഇതിന്റെ റേഞ്ച് അതായിരിക്കും വരുന്നത്. ഇനി നമുക്ക് നോക്കിക്കേ, റേഞ്ച് ഓഫ് നമുക്ക് എന്താ നോക്കേണ്ടത്? റേഞ്ച് ഓഫ് 1/1 മൈനസ് കോസ് എക്സ് ആണ് നോക്കേണ്ടത്. ഓക്കെ, സോ നമുക്കിവിടെ ബേസിക് ആയിട്ട് നമുക്ക് ഇത് ആക്ച്വലി ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എക്സ് നോട്ട് ഈക്വൽ ടു 2nπ പറഞ്ഞിട്ടുണ്ട്. എക്സ് നോട്ട് ഈക്വൽ ടു 2nπ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആ 2nπ കൂടെ ചേർത്ത് ഞാൻ പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ട് മൊത്തം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇനി എക്സ് നോട്ട് ഈക്വൽ ടു 2nπ പറഞ്ഞതുകൊണ്ട് എക്സിന് കോസ് എക്സിന് 1 വരാൻ പറ്റത്തില്ല. കോസ് എക്സിന് 1 വരാൻ പറ്റത്തില്ല. ഓക്കെ, കോസ് എക്സിന് 1 അല്ല, സോറി, കോസ് എക്സിന് 1 വരാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം ഇവിടെ നോക്കിക്കേ, കോസ് എക്സിന് 1 വന്നാൽ നമുക്കത് 0 ആയിട്ട് പോകും അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ഒഴിവാക്കണം? 0 വരത്തില്ല. ഇതിന് എന്ത് വരത്തില്ല? 0 വരത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? അത് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന ആക്ച്വലി ബേസിക് ആയിട്ട് വരുന്ന നമുക്ക് 0 to 2 പറയാം. സോറി, ഓക്കെ, നമുക്കത് ഒഴിവാക്കിയാൽ 0 to 2 പറയാം. അത് നമുക്കത് എടുക്കുകയാണെങ്കിൽ മാത്രം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് മൊത്തം പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ അതങ്ങ് ഒഴിവാക്കുകയാണ് എന്നുള്ള രീതിയും നമുക്ക് വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് അതൊന്ന് പറഞ്ഞു തന്നെയാണ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് 0 to 2 ആയി. 0 to 2 ആയി. ഇനി നമുക്ക് എന്ത് പറയാം മക്കളെ? 0 to 1/1 മൈനസ് എക്സ് ആണ്, 1 മൈനസ് കോസ് എക്സ് ആണ്. ഇവിടെ നമുക്കറിയാം 0 to 2 ആണ്. 0 നമുക്ക് വരത്തില്ല. ഓക്കെ, മാക്സിമം വരാൻ പറ്റുന്ന എന്താണ്? 2 ആണ്. 0 കൊടുത്തു നോക്കിക്കേ, 0 കൊടുക്കുമ്പോൾ ഇത് എന്താണ്? ഇൻഫിനിറ്റിയിലോട്ട്. നമുക്കിത് റെസിപ്രോക്കൽ ഫംഗ്ഷൻ ആണ്. ഇതിന്റെ എന്താണ്? റെസിപ്രോക്കൽ ഫംഗ്ഷൻ ആണ്. റെസിപ്രോക്കൽ ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്കറിയാം ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? 0യോട് അടുക്കും തോറും ഇൻഫിനിറ്റിയിലേക്ക് പോകും. അങ്ങോട്ട് പോകും തോറും വാല്യൂ ഇതാകും. അതിൽ നമ്മൾ 2 വരെ വെച്ച് കട്ട് ചെയ്യുന്നു. 2 വരെയുള്ള ഇത്രയും പോർഷൻസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പൊ അത്രയും പോർഷൻ 2 വരെ വെച്ച് എടുക്കുമ്പോൾ 1/2 എന്ന് പറയുന്നത് എന്ത് വരും? 0.5 വരും. അപ്പൊ അതുവരെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 0.5 വരെ വാല്യൂ വരത്തുള്ളൂ. അതിന്റെ താഴോട്ടുള്ള എന്തായി? എലിമിനേറ്റ് ആയിപ്പോയി. അതിന്റെ താഴോട്ടുള്ള എന്തായിപ്പോയി മക്കളെ? എലിമിനേറ്റ് ആയിപ്പോയി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ വരുന്നത് നോക്കിക്കേ, ഇത് നമുക്ക് ഇത്രയും വരെ പോർഷനെ ആവശ്യമുള്ളൂ. സോ നമുക്ക് ഇൻഫിനിറ്റിയിലേക്കാണ്. അപ്പൊ മിനിമം വാല്യൂ എന്താണ്? 0.5 ആണ്. മിനിമം വാല്യൂ വരാൻ പറ്റുന്ന ഏതാണ് മക്കളെ? 0.5 ആണ്. 0.5 ഇൻക്ലൂഡഡ് അല്ലേ? പെന്നാണ്. ഓക്കെ, 0.5 ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, എങ്ങോട്ടേക്കാണ് വരുന്നത്? ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, 0.5 വരുന്നുണ്ട്. എന്താണ് വാല്യൂ? എങ്ങോട്ടാണ് പോകുന്നത്? ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി 0.5 to ഇൻഫിനിറ്റി. അതാണ് നമുക്കിവിടെ കറക്റ്റ് ഉണ്ട്. ഐഡിയ കിട്ടിയല്ലോ? നമ്മൾ റേഞ്ച് നോക്കാനായിട്ട് നമ്മൾ എക്സ് വരുന്ന സ്ഥലത്ത് നിന്ന് ഓരോന്നായിട്ട് റേഞ്ച് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പോയതാണ് നമുക്ക് കിട്ടി. ഔട്ട്പുട്ടാണ് നമ്മൾ നോക്കുന്നത്. ഔട്ട്പുട്ട് കണക്ട് ചെയ്താണ് പോകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ലെറ്റ് ദ കർവ് f of x equal to absolute of x minus 3. What is the domain of the function f of x? സോ നമുക്ക് f of x ന്റെ ഡൊമെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഡൊമെയിൻ എന്ന് പറയുന്നത് എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഓക്കെ, സോ നമുക്ക് എക്സിന് എത്രത്തോളം ഏതൊക്കെ വാല്യൂസിൽ നമുക്ക് എക്സാക്ട്ലി 1 ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇവിടെ എന്താണ് മക്കളെ? അബ്സല്യൂട്ട് ഫംഗ്ഷൻ ആണ്. അബ്സല്യൂട്ട് ഫംഗ്ഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ റൂട്ട് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം റൂട്ടിനകത്ത് നെഗറ്റീവ് വരാൻ പാടില്ല. അതുപോലെ റെസിപ്രോക്കൽ ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല എന്നൊക്കെയുള്ള കണ്ടീഷൻസ് നമുക്കറിയാം. അബ്സല്യൂട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ f of x എന്ന് പറയുന്നത് എന്താ? അബ്സല്യൂട്ട് ഓഫ് x - 3 ആണ്. അബ്സല്യൂട്ടിന്റെ അകത്ത് ഏത് വാല്യൂം വന്നൂടെ? പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, ഏത് റിയൽ നമ്പേഴ്സും വരാം. സോ x - 3 ഏത് റിയൽ നമ്പേഴ്സ് വരാം. ഓക്കെ, x - 3 എന്താകണമെന്നേ ഉള്ളൂ? എലമെന്റ് ഓഫ് r ആകണം. സോ അതിൽ നമുക്ക് 3 സബ്ട്രാക്ട് ചെയ്താലും x എന്താണ്? എലമെന്റ് ഓഫ് r ആണ്. ഓക്കെ, അപ്പൊ ആറിലുള്ള ഏത് വാല്യൂവിനും നമുക്ക് എന്ത് വരാം മക്കളെ? ഇവിടെ പോസിബിൾ ഔട്ട്കംസ് വരാം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഡൊമെയിൻ ആണ് ചോദിച്ചിട്ടുള്ള. ഡൊമെയിൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി -∞ to ഇൻഫിനിറ്റി ആണ്. -∞ to ഇൻഫിനിറ്റി ആണ് നമ്മളുടെ ഡൊമെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഡയറക്റ്റ് ആയിരുന്നു മറ്റേ ചോദ്യം. സോ ഇവിടെ നമുക്ക് നോക്കിക്കേ, f of x equal to 1 1 2 4 3 7 4 10. ഓക്കെ, if f of x equal to px plus q, then what is the value of p plus q?
ഓക്കെ, സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പി എക്സ് പ്ലസ് ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ പി പ്ലസ് ക്യൂവിന്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് പി പ്ലസ് ക്യൂവിന്റെ വാല്യൂ ആണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ നമുക്കപ്പോൾ നോക്കാം, ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ഫംഗ്ഷൻ പി എക്സ് പ്ലസ് ക്യൂ ഫോമിലാണെങ്കിൽ പി പ്ലസ് ക്യൂവിന്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് ചോദ്യം. നമുക്കപ്പോൾ എഫ് ഓഫ് എക്സ് ഇവിടെ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഗസ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇതെന്താണ്, ഒരു ലീനിയർ ഫംഗ്ഷൻ മോഡലാണ് പോയിട്ടുള്ളത്. 1 2 3 4. ഓക്കെ, ഇവിടെ ആണെങ്കിൽ 3 കൂടി പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്ലോപ്പും y ഇന്റർസെപ്റ്റും കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പി ക്യൂ ഒക്കെ പറയാം. ഓക്കെ, അപ്പൊ ആ രീതിക്ക് പറഞ്ഞാലും കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്റെ ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അതിനെ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ടുള്ള അറിയാവുന്നത്. നമുക്കറിയാം എഫ് ഓഫ് 1 എന്താണ്, 1 ആണ്. ഇവിടെ എന്ന് പറയാം ആദ്യത്തേതാണ് എടുക്കുന്നത് എഫ് ഓഫ് 1 ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, പി ടൈംസ് 1. ഓക്കെ, പി ടൈംസ് 1 എന്ത് തന്നെയാണ്, പി ടൈംസ് 1 പ്ലസ് ക്യൂ ഈക്വൽ ടു 1, പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ കിട്ടി. അടുത്ത് നോക്കിക്കേ, നമുക്ക് എഫ് ഓഫ് 2 എന്താണെന്ന് അറിയാം. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 4 ആണെന്ന് അറിയാം. ഓക്കെ, സോ പി ടൈംസ് 2 പ്ലസ് ക്യൂ ഈക്വൽ ടു 4, 2p പ്ലസ് ക്യൂ ഈക്വൽ ടു 4. ഓക്കെ, നമുക്ക് അതിനെ മൊത്തത്തിൽ ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്തേ. സോ മൈനസ് 2p മൈനസ് ക്യൂ ഈക്വൽ ടു, അല്ലെങ്കിൽ ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഇത് നോക്കിക്കേ, ഇതിനെ നമുക്ക് സബ്ട്രാക്ഷൻ ആയിട്ട് ഇട്ടൂടെ, ഫുൾ നെഗറ്റീവ് ആയിട്ട് ഇട്ടാൽ മൈനസ് പി മൈനസ് ക്യൂ ഈക്വൽ ടു -1. ഓക്കെ, ഇതിനെ ഫുൾ നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ അങ്ങോട്ട് ഇട്ടത്. രണ്ട് സൈഡ് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ, അഥവാ ഇതിൽ നിന്ന് ഈ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാനാണ് പോകുന്നത്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം പി ക്യൂം ക്യാൻസൽ ആയി പോയി 3. പി എന്ന് പറയുന്നത് 3 ആണെന്ന് കിട്ടും. അതാണ് നേരത്തെ പറഞ്ഞ സ്ലോപ്പ്. ഓക്കെ, y ഡിഫറൻസ് ബൈ x ഡിഫറൻസ്, 4 - 1 / 2 - 1 3. ഓക്കെ, അത് നമുക്ക് അവിടെ കിട്ടും. സോ 3 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് എന്താണ്, പി കിട്ടി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം, 1 ആണെന്ന് അറിയാം. സോ ക്യൂ ഈക്വൽ ടു എന്ത് വരും, 1 - 3 അപ്പുറത്ത് പോകുമ്പോൾ -3 ആകും, -2 ആകും. അപ്പോൾ പി 3ഉം ക്യൂ എന്താണ്, -2 ആണ് വരുന്നത്. ഓക്കെ, സോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി, ഇവിടെ 0 തൊട്ട് ഒരെണ്ണം കൂടെ ബാക്കിലോട്ട് പോകാം. ഒരെണ്ണം കൂടെ ബാക്കിലോട്ട് പോകാം, 1 നിന്ന് 3 ബാക്കിലോട്ട് പോകും. അപ്പോൾ 1 നിന്ന് 3 ബാക്കിലോട്ട് പോകുമ്പോൾ എന്താകും, -2. y ഇന്റർസെപ്റ്റ് -2. സോ ആ മോഡലാണ് വരുന്നത് ഇവിടെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോക്കിക്കേ, എന്താ ചോദ്യം, എന്താ പി പ്ലസ് ക്യൂ. ചാടിക്കയറി ഇത് ഏതെങ്കിലും കിട്ടുമ്പോഴും ചാടിക്കയറി കറപ്പിച്ച് കളയരുത്. ചോദ്യം എന്താണ്, പി പ്ലസ് ക്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ പി പ്ലസ് ക്യൂ എന്ത് വരും മക്കളെ, പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 3 - 2 ആണ്, അഥവാ 1 ആണ്. 3 - 2 അഥവാ എന്ത് വരും മക്കളെ, 1 വരും. ഓക്കെ, ക്ലിയർ അല്ലേ, പി -2 സോറി 3 - 2. സോ നമ്മളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി 1 ആണ്. ഈസി അല്ലേ, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അല്ലേ, അത്ര ഡിഫിക്കൽട്ട് ഒന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. നമുക്ക് എൻട്രൻസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി ടെൻഷൻ അടിക്കുകയോ ഒത്തിരി ഇതാക്കുകയാണ്. നമ്മൾ ഇവനെ എഴുതുന്ന പോലെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നും എഴുതണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് മക്കളെ സാർ എന്ത് ചെയ്യുന്നത്, ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് മനസ്സിൽ ചിന്തിച്ച് ഈക്വേഷൻസ് ചെയ്ത് പെട്ടെന്ന് സോൾവ് ചെയ്ത് നമുക്ക് അങ്ങ് എഴുതാം. ഒരു കുഴപ്പമില്ല, മനക്കണക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എളുപ്പമുള്ള ചോദ്യങ്ങളാണ് അല്ലേ. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. Consider the following statements. F is 1 function, F is onto function. If the codomain is the set of natural numbers, which of the following statements given above are correct? Okay, so നമ്മളുടെ function നമ്മളുടെ മുമ്പ് എഴുതിയിരുന്ന ഫംഗ്ഷൻ ആണ്. So f equal to, just ഒന്നും കൂടെ ഒന്ന് എഴുതാം, f equal to f of x. Okay, f of x equal to set 1 1, okay, 2 4 3 7 4 10. ഇത്ര അല്ലേ എഴുതാണ്ടായിരുന്ന 410. ഇതായിരുന്നു നമ്മളുടെ എന്ത് തന്നിട്ടുണ്ടായിരുന്ന ഫംഗ്ഷൻ. സോ ഈ ഒരു ഫംഗ്ഷൻ 1 1 ആണോ അതോ ഓൺ ടു ഫംഗ്ഷൻ ഇഫ് ദ കോഡോമെയിൻ ഓഫ് എ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, സോ ഓൺ ടു ആണോ 1 1 ആണോ എന്നുള്ളതാണ് ചോദ്യം. So first of all 1 1 എന്താണ്, 1 1 നമുക്കറിയാം എക്സാക്ട്ലി 1 ഇമേജ് ഉണ്ടായിരിക്കണം. 1ന്റെ ഇമേജ് എന്താണ്, 1 ആണ്. ഓക്കെ, നമ്മൾ 1 നോക്കുകയാണെങ്കിൽ 1ന് 1 ആണ് ഇമേജ് വരുന്നത്. ഓക്കെ, 1ന്റെ ഇമേജ് 1 ആണ്, 2ന്റെ ഇമേജ് 4 ആണ്, 3ന്റെ ഇമേജ് 7 ആണ്, 4ന്റെ ഇമേജ് 10 ആണ്. സോ എല്ലാവർക്കും എക്സാക്ട്ലി 1 ഇമേജ് ആണുള്ളത് അല്ലെ. 1ന് 1 ഇമേജ് ആണ്, 2ന് 4 ഇമേജ് ആണ്, 3ന് 7 ഇമേജ് ആണ്, 4ന് 10 ഇമേജ് ആണ്. ഓക്കെ, സോ നമ്മളുടെ ഇവിടെ ഒരു എലമെന്റും റിപ്പീറ്റ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്, ഇതൊരു 1 1 ഫംഗ്ഷൻ ആണ്. സോ 1 1 ഫംഗ്ഷൻ കറക്റ്റ് ആണ്.
ഇനി ഓൺ ടു ഫംഗ്ഷൻ ആണോ? സപ്പോസ് നമ്മളുടെ കോഡൊമൈൻ എന്ന് പറയുന്നത് 14710 ആയിരുന്നുവെങ്കിൽ, കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? 14710 ആയിരുന്നുവെങ്കിൽ അത് എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ ആയി. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോഡൊമൈൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊരു 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകും അല്ലേ? സോ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ എല്ലാം നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. സോ നമുക്ക് പറയാം നമ്മളുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സോ അതിൽ നമുക്ക് എന്താ ഓപ്ഷൻ? ഓൺലി 1. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ കറക്റ്റ്. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ദ ഫംഗ്ഷൻ f of x satisfies f of x by y equal to f of x by f of y for all positive real valued values x and y and f of 2 equals 3. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് f of 2 equals 3 ആണ്. നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? f of 16 കണ്ടുപിടിക്കണം. f of 16 കണ്ടുപിടിക്കണം. നമുക്ക് വേണമെങ്കിൽ f of 16 f of 16 by 2 എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ എഴുതി താഴ്ത്തു വരാം. അല്ലെങ്കിൽ നമുക്ക് 2 നിന്ന് നേരെ സ്ക്വയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളിവിടെ നോക്കാം. നമുക്ക് f of 4 f of 4 by 2 എങ്ങനെ എഴുതാം? f of 4 by 2 നമുക്ക് എഴുതാം f of 4 by f of 2 അല്ലേ? ഇനി f of 4 by 2 എന്ന് പറഞ്ഞാൽ എന്താണ്? f of 2 ആണ് അല്ലേ? 4 by 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ f of 2. അപ്പോൾ f of 2 എന്ന് പറഞ്ഞാൽ എന്താണ്? f of 4 by f of 2 ആണ്. ഓക്കെ, സോ നമുക്കിവിടെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബേസിക് ആയിട്ട് നമുക്ക് ഇതിനെ f of 4 equal to എന്ത് എഴുതാം? f of 2 into f of 2. f of 2 എത്രയാണ് മക്കളെ? 3 ആണ്. സോ 3 times 3 എത്ര വരും? 9 വരും. 3 times 3 എത്ര വരും? 9 വരും. ഇനി അടുത്ത് ഇപ്പോൾ f of 4 കഴിഞ്ഞു. ഇതുപോലെ 2ന്റെ സ്ക്വയർ എടുത്തപ്പോൾ 4 വന്നു. അപ്പോൾ നമുക്ക് അതിനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി 4ന്റെ സ്ക്വയർ എന്താണ്? 16 ആണ്. അതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് f of 16 by 4 ചെയ്ത് നോക്കാം. f of 16 by 4 എന്ന് പറഞ്ഞാൽ എന്താണ്? f of 4 ആണ് അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? f of 16 by f of 4. നമുക്കറിയാം f of 4 equal to f of 16 by f of 4 ആണ്. സോ f of 16 equal to എന്ത് പറയാം മക്കളെ? f of 4 into f of 4. ഇത് ആക്ച്വലി എക്സ്പൊണൻഷ്യൽ മോഡലാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് f of x equal to സം a ആണെങ്കിൽ f of x equal to a ആണെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കുകയാണ് സം f of x അല്ലെങ്കിൽ നമുക്ക് y എടുക്കാം. ഇവിടെ നമുക്ക് സം f of y equal to സം a ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സം എന്തെടുക്കാം? y raised to n by y ആ ഒരു മോഡലിലൊക്കെ നമുക്ക് എടുക്കുകയാണെങ്കിൽ y raised to n by y ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും f of y the whole raised to n എന്ന് പറയുന്നത് f of y raised to n ന് തുല്യമാണ്. അതാണ് ബേസിക് ആയിട്ട് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ തിങ്ക് ചെയ്ത് പോയാൽ ഈ ഒരു മോഡലിലേക്ക് വന്നു. സോ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിക്കൊള്ളണം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x raised to n equal to f of x the whole raised to n ആണ്. ഇതിന്റെ സെയിം ആണ് മക്കളെ. അതൊരു ചെറിയൊരു ടിപ്പാണ്. എന്താണ്? ടിപ്പാണ്. അപ്പൊ ഈ ഒരു നോക്കിക്കേ, നമുക്കപ്പോ ഇത് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിക്കാം. ചെറിയൊരു ടിപ്പാണത്. ഈ ഒരു ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഈ ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ, ഈ ഫംഗ്ഷൻ എന്താണ്? ഈ ഒരു ഫോമിൽ കിടന്നാൽ നമുക്ക് പറയാം f of x raised to n എന്ന് പറയുന്നത് f of x the whole raised to n ആണ് എന്ന് പറയാം. അതൊരു ടിപ്പാണ്. ഓക്കെ, ടിപ്പാണ്. ഇത് കാണുന്നില്ല, ലൈറ്റ് ആയിട്ടുള്ള കളർ എടുക്കാം അല്ലേ? സോ അതൊരു ടിപ്പാണ്. ആ ഒരു ടിപ്പ് എടുത്ത് മനസ്സിൽ വെച്ചോ മക്കളെ. ഓക്കെ, എന്താണ്? f of x by f of y equal to f of x by y equal to f of x by f of y ആണെങ്കിൽ f of x raised to n എന്ന് പറയുന്ന f of x the whole raised to n ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. നമുക്ക് അത് കംപ്ലീറ്റ് ആക്കിയിട്ട് സെയിം മോഡലിൽ ഒന്ന് നോക്കാം. സോ നമുക്കിവിടെ f of 4 into f of 4 എന്താണ്? 9 ആണ്. സോ 9 into 9 അഥവാ 81 എന്ന് പറഞ്ഞ് കിട്ടും. സോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 81 ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, f of 4 നമുക്ക് എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ f of 4 എന്ന് പറയുന്ന f of 4 എന്ന് പറയുന്നത് എന്താണ് മക്കളെ? f of 16 എന്ന് പറയുന്നത് എന്താണ്? f of 2 raised to 4 ആണ് അല്ലേ? ഇതിന് നമുക്ക് f of 2 the whole raised to 4 എന്ന് എഴുതിയാൽ എങ്ങനെ പറയാം? നോക്കിക്കേ, f of 2 എന്ന് പറയുന്നത് 3 ആണ്. 3 raised to 4 അഥവാ 81 കിട്ടും.
ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് വേണമെങ്കിലും പറയാം. അപ്പൊ ഈ ഒരു സാധനം അറിഞ്ഞിരുന്നാൽ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയും പറയാം ലോജിക്ക് വെച്ച്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ബൈ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് വൈ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ദ ഹോൾ റൈസ് ടു എൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? അതൊരു ടിപ്പാണ്, അത് ഓർത്ത് വെച്ചോ. അടുത്ത ചോദ്യം. സെയിം ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം റിപ്പീറ്റ് വന്നു. ഓക്കെ, അത് 2 പ്രാവശ്യം. അടുത്ത ചോദ്യം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത ചോദ്യമല്ലേ? യെസ്, ഇതേ ചോദ്യമാണ് നമ്മളിവിടെ ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം. The function f of x satisfies f of x by f of y, f of x by y equal to f of x by f of y ആണ് for all positive real valued function x and y and f of 2 equal to 3. നമ്മൾ നേരത്തെ സെയിം ചോദ്യമാണ്. അതിന്റെ അടുത്തൊരു സബ് ക്വസ്റ്റ്യൻ ആണ്. What is f of 1 times f of 4 equals? f of 1 times f of 4 ആണ് അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് എഴുതാം? f of 1. അടുത്ത് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യുന്ന f of 1 കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന. നമുക്കറിയാം f of 2 by 2. f of 1 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? f of 1 equal to f of 2 by 2. f of 2 by 2 എന്താണ്? f of 2 by f of 2 ആയിരിക്കും. ഓക്കെ, f of 2 by f of 2 ആയിരിക്കും. സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? യെസ്. അപ്പൊ നമുക്കിത് എന്ത് പറയാം? 1 ആയിരിക്കും. അത് 3 by 3 അഥവാ 1 എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാം. f of 1 എന്ന് പറയുന്ന 1 ആയിരിക്കും. സോ അതിന്റെ അടുത്ത ടിപ്പാണ്. അപ്പൊ ഇത് കണക്ട് ചെയ്യുന്ന അടുത്ത ടിപ്പാണ്. ഈ ഒരു മോഡലിലാണ് എന്നുണ്ടെങ്കിൽ, f of 1 എപ്പോഴും എന്തായിരിക്കും മക്കളെ? 1 ആയിരിക്കും. f of 1 എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം നോക്കിക്കേ, f of 1 എന്ന് പറയുന്ന f of x by f of x അല്ലേ? f of x by x അല്ലേ f of 1 എന്ന് പറയുന്ന. സോ x by x 1 ആയിട്ട് മാറും. സോ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ f of x by f of x ആകും. f of x by f of x എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു മോഡലിലാണെങ്കിൽ നമ്മളിപ്പോ 2 ടിപ്പ് പഠിച്ചു. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മോഡലിലാണെങ്കിൽ f of x by f of y മോഡലിലാണ് f of x by y equal to f of x by f of y. ആ മോഡലിലാണെന്നുണ്ടെങ്കിൽ f of x raised to n എന്ന് പറയുന്നത് f of x the whole raised to n ആയിരിക്കും. അതുപോലെ f of 1 എന്ന് പറയുന്ന എപ്പോഴും 1 ആയിരിക്കും. 2 ടിപ്പാണ്, ഓർത്ത് വെച്ച മക്കളെ, ഉപകാരപ്പെടും. ഓക്കെ, നോട്ട് ചെയ്ത് വേണമെങ്കിൽ വെച്ചോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് f of 1 കിട്ടി. നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ f of 4 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. f of 4 അഥവാ f of 4 എന്താണ്? f of 2 the whole square ആണ് വരുന്നത്. 9 വരും. ഓക്കെ, സോ f of 1 into f of 4. f of 1 into f of 4 എന്ത് വരും മക്കളെ? 9 വരും. 1 into 9, 9. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് എടുക്കാം. A function f such that f of xy equal to f of x plus y. f of xy equal to f of x plus y മോഡലാണ് for all real values of x and y and f of 5 equal to 10. f of 5 equal to 10 ആണെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം f of 5 equal to 10 എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം f of 0 നമുക്ക് എങ്ങനെ എഴുതാം? f of 0 equal to f of 0 times 5 അല്ലേ? f of 0 times 5 എന്ന് എഴുതാം. അതെങ്ങനെയായിരിക്കും വരുന്ന? f of 0 plus 5 അഥവാ 0 times 5. നമ്മളിപ്പോ f of x times y നെ f of x plus y എന്ന് പറഞ്ഞ് എഴുതാന്ന് പഠിച്ചു. അതെന്തായിരിക്കും? f of 5 ആയിരിക്കും. which will be nothing but 10. എന്തായിരിക്കും മക്കളെ? 10 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇതുപോലെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ f of അടുത്ത് 1 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ഓക്കെ, f of 1 നമുക്ക് എങ്ങനെ എഴുതാം? f of 1 plus 0 അതെന്ത് വരും? f of 1 times 0. ഓക്കെ, അതെന്താണ്? f of 0 ആണ്, അതുകൊണ്ട് തന്നെയാണ് 10 ആണ്. ഇതുപോലെ f of 2 വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം, സെയിം മോഡലിൽ ചെയ്യാം. f of 3 വേണമെങ്കിലും ചെയ്യാം. അപ്പൊ f of x നെ നമുക്ക് എങ്ങനെ എഴുതാം? f of x equal to f of x plus 0 എന്ന് പറഞ്ഞ് എഴുതാം. which will be nothing but f of x times 0 ആണ്. times 0 ആണ്. ഓക്കെ, f of x times 0 എന്താണ്? f of 0 ആണ്. അതെങ്ങനെ വരും? 10 വരും. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി മക്കളെ? f of x equal to 10 ആണെന്ന് പറഞ്ഞു കിട്ടി. f of x equal to 10 ആണെന്ന് പറഞ്ഞു കിട്ടി. അപ്പൊ f of x equal to 10 എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഇതെന്ത് ഫംഗ്ഷൻ ആണ് മക്കളെ? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. സോ നമുക്ക് പറയാം ഈ ഒരു മോഡലിലാണ്. എന്താണ് ഈ ഒരു മോഡൽ? f of x y equal to f of x plus y ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ഫംഗ്ഷൻ ആയിരിക്കും?
ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. അതും അടുത്ത ടിപ്പാണ്. ഓർത്ത് വെച്ചോ മക്കളെ, ഓരോ ടിപ്പുകൾ പറയുന്നത് ഒന്ന് ഓർത്ത് വെച്ചോ. ഇത് അടുത്ത ടിപ്പാണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ടൈംസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ്. അങ്ങനെയാണ് നമ്മളുടെ ഫംഗ്ഷൻ എങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. കാരണം നമുക്കത് ഏത് വാല്യൂവും അതനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഏത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് 0 അഥവാ എഫ് ഓഫ് എക്സ് ടൈംസ് 0ക്ക് തുല്യമായിരിക്കും. അത് എഫ് ഓഫ് 0ക്ക് തുല്യമായിരിക്കും. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് 0ക്ക് തുല്യമായിരിക്കും. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് വാല്യൂവിനെയും എഫ് ഓഫ് 0ക്ക് തുല്യമാണെന്ന് പറയാം. സോ എഫ് ഓഫ് 5ഉം എഫ് ഓഫ് 0യും തുല്യമാണ്. അതുപോലെ ഏത് വാല്യൂവും എഫ് ഓഫ് 0 ആയിട്ട് തുല്യമാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും സെയിം ആണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറയാം. ഓക്കെ, സോ ഇത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ഇതും കൂടെ കോൺസ്റ്റന്റ് വരുമ്പോഴാണ് നമുക്കൊരു വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് തന്നിരിക്കുമ്പോഴാണ് യൂഷ്വലി ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. അതാണ് ബേസിക് മീനിങ്. ഓക്കെ, അപ്പൊ നമ്മളുടെ എന്താ വരുന്നത് 10 ആണ് നമ്മളുടെ ഉത്തരം വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എ ഫംഗ്ഷൻ എഫ് ഈസ് സച്ച് ദാറ്റ് എഫ് ഓഫ് സെയിം മോഡലിലുള്ള സെയിം ഇതാണ്. അതിന്റെ അടുത്തൊരു സബ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എഫ് ഓഫ് 20 പ്ലസ് എഫ് ഓഫ് -20? നമുക്ക് ഓൾറെഡി അറിയാം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 10 ആണ്. നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 10 ആണ്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എഫ് ഓഫ് 20 എന്ന് പറയുന്നതും 10 ആണ്. എഫ് ഓഫ് -20 എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. സോ എഫ് ഓഫ് 20 പ്ലസ് എഫ് ഓഫ് -20 എന്ന് പറയുന്നത് എന്ത് വരും? 10 പ്ലസ് 10 20 വരും. ഓക്കെ, ചാടിക്കയറി ഇതിനെ എഫ് ഓഫ് 20 -20 എഫ് ഓഫ് 0 ആണ് എന്ന് പറഞ്ഞ് എഴുതി കളയരുത്. ഓക്കെ, ഇവിടെ നമുക്ക് വരുന്ന എഫ് ഓഫ് 20 പ്ലസ് എഫ് ഓഫ് 20 ആണ്, -20 ആണ്. സോ രണ്ടും 10 ആണ് വരുന്നത്. സോ 20 വരും. ഓക്കെ, സോ നമ്മളുടെ ആൻസർ എത്രയാണ്? 20 ആണ് വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം. ലെറ്റ് എ ഈക്വൽ സെറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. Which of the following statement is bijective functions from A to itself? ഓക്കെ, അപ്പൊ നമ്മളുടെ ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, എക്സ് എലമെന്റ് ഓഫ് ആർ ആണ്, -1 to 1 ആണ് എക്സ് വാല്യൂസ് വരുന്നത്. -1നും 1നും ഇടയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ? രണ്ട് ഫംഗ്ഷൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ടൈംസ് അബ്സല്യൂട്ട് എക്സും ജി ഓഫ് എക്സ് ഈക്വൽ ടു കോസ് പൈ എക്സും. ഇതിൽ ഏതാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? 1 വരും, 2 വരും. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് അബ്സല്യൂട്ട് ഓഫ് എക്സ്. ഓക്കെ, സോ നമ്മളുടെ ആദ്യത്തെ ഫംഗ്ഷൻ ഇതാണ്. നമുക്ക് 1 2 ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ 1 നോക്കാനാണെങ്കിൽ നമുക്കറിയാം എന്താണ്? ഒരാൾക്ക് എക്സാക്ട്ലി 1 ഔട്ട്പുട്ടേ വരാൻ പാടുള്ളൂ. ഓക്കെ, ഒരാൾക്ക് എക്സാക്ട്ലി 1 ഔട്ട്പുട്ടേ വരാൻ പാടുള്ളൂ. നമുക്കറിയാം ഇതെന്താണ്? അബ്സല്യൂട്ട് ഓഫ് എക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പേർക്ക് സെയിം ഔട്ട്പുട്ട്, -1നും പോസിറ്റീവിനും നെഗറ്റീവിനും ഒരേ ഔട്ട്പുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 1ഉം ലെസ് ദാൻ 1ഉം വരുന്ന കേസുകൾ നമുക്ക് നോക്കാം. എക്സ് ഈക്വൽ ടു 0യിൽ 0 ആയിരിക്കും. ഓക്കെ, എഫ് ഓഫ് 0 എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. 0 ടൈംസ് 0 വരുമ്പോൾ 0 തന്നെ വരും. ഓക്കെ, നമുക്കിനി എക്സ് ലെസ് ദാൻ 1 വരുമ്പോൾ എന്താകും നോക്കാം. നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ 0 നെഗറ്റീവ് വരുമ്പോൾ, എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ, എക്സ് ടൈംസ് എന്തെടുക്കണം? അബ്സല്യൂട്ട് ഓഫ് എക്സ്. നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ -x എടുക്കണം. നമുക്കറിയാം ഇതിന്റെ ഒരു കണ്ടീഷൻ. ഓക്കെ, ഇതിന്റെ കണ്ടീഷൻ വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അബ്സല്യൂട്ട് ഓഫ് എക്സിന്റെ കേസിൽ. ഓക്കെ, അബ്സല്യൂട്ട് ഓഫ് എക്സിന്റെ കേസിൽ -x ആണ് എപ്പോ എക്സ് ലെസ് ദാൻ 0യും എക്സ് ആണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന കേസുകൾ. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പൊ നമുക്കിവിടെ എക്സ് ലെസ് ദാൻ 0 എടുക്കാം. അപ്പൊ -x വരും. അതെന്താണ്? x² ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു എഫ് ഓഫ് എക്സ് വെച്ചാണ് എല്ലാം പറയുന്നത്. അപ്പൊ എക്സ് ടൈംസ് -x എന്ത് വരും? -x². മാറിപ്പോയി. ഓക്കെ, മൈനസ് ഉണ്ട്, പിന്നെ x² ഉണ്ട്. സോ -x², മൈനസ് ഓഫ് x² അല്ല, -x² ആണ്. അത് നെഗറ്റീവ് ആയിരിക്കും. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എക്സ് ടൈംസ് എക്സ് വരും. അതെന്താണ്? x² ആണ്. സോ ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും വരുന്നത്. നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് വരും, പോസിറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് സ്ക്വയർ വാല്യൂസ് വരും. സോ അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് 1 ആണ്. 1 കറക്റ്റ് ആണ്. അടുത്ത് ഓൺ ടു നോക്കാം. ഓൺ ടു നോക്കാനായിട്ട് ഇവിടെ നോക്കിക്കേ മക്കളെ. നമുക്ക് എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ നെഗറ്റീവും, ഓക്കെ, നെഗറ്റീവും എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ നമുക്കറിയാം പോസിറ്റീവുമാണ് വരുന്നത്. ഇനി നമുക്കിവിടെ നോക്കിക്കേ, -1 to 1 ആണ്.
-1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണ്. എക്സിന്റെ വാല്യൂ -1നും 1നും ഇടയ്ക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്ക്വയർ ഫംഗ്ഷൻസ് അറിയാം അല്ലേ? സ്ക്വയർ ഫംഗ്ഷൻസും ഇതിന്റെ ഇടയ്ക്ക് തന്നെ ആയിരിക്കും വരുന്നത്. സ്ക്വയർ ഫംഗ്ഷൻസും ഇതിന്റെ ഇടയ്ക്കായിരിക്കും വരുന്നത്. -1നും 1നും ഇടയ്ക്ക് വരുമ്പോൾ ഡെസിമൽ വാല്യൂസ് ആണ് വരുന്നത്. ഓക്കെ, പ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ് വരുന്നത്. പ്രോപ്പർ ഫ്രാക്ഷൻസിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്കറിയാം അത് വീണ്ടും എന്തായിരിക്കും? പ്രോപ്പർ ഫ്രാക്ഷൻസ് തന്നെ ആയിരിക്കും. സോ -1നും 1നും ഇടയ്ക്ക് വരുന്ന സ്ക്വയേഴ്സ് എല്ലാം, സോ 0 to 1ന്റെ ഇടയ്ക്കുള്ള സ്ക്വയേഴ്സ് എല്ലാം 0 to 1ന്റെ ഇടയ്ക്ക് തന്നെ ആയിരിക്കും വരുന്ന. എക്സാക്ട്ലി അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും വരികയും ചെയ്യും. കാരണം 1 സ്ക്വയർ 1 ആയി പോകും, പിന്നെ അങ്ങോട്ട് വരുന്നതോറും വാല്യൂസ് വലുതായിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ -1 സ്ക്വയർ വലുതായിക്കൊണ്ടിരിക്കും. നമ്മളെ ഗ്രാഫ് നമുക്കറിയാം അല്ലേ? ഈ ഒരു മോഡലിലാണ് സ്ക്വയർ ഫംഗ്ഷൻ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും കൃത്യമായിട്ട് ഇതിൽ വരും. ഓക്കെ, 0ക്കും 1നും ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും കൃത്യമായിട്ട് വരും. സോ നമുക്കിവിടെ നെഗറ്റീവ് വാല്യൂസും വരുന്നുണ്ട്, പോസിറ്റീവ് വാല്യൂസും വരുന്നുണ്ട്. സോ ഫോർ ഓൾ എക്സ് ഇമേജ് ഓൾ എക്സ് ആയിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ ഓൺ ടൂമാണ്. അപ്പൊ നമുക്കിവിടെ നോക്കാം എന്താണ്? ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്, ബൈജക്റ്റീവ് ആണ്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കാം. g of x equal to cos pi x. നമ്മൾ 1 ആണോ 1 ആണോ ഏതെങ്കിലും ഒന്നല്ലാന്ന് കണ്ടുകഴിഞ്ഞാൽ അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, നമുക്കറിയാം π/2. ഓക്കെ, കോസ് π/2ഉം കോസ് π/2 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. -π/2 ആണെങ്കിലോ കോസ് -π/2 എന്തായിരിക്കും? അതും 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ 1/2 π എന്ന് പറയുന്നതും 0 ആയിരിക്കും. കോസ് -1/2 π എന്ന് പറയുന്നതും 0 ആയിരിക്കും. സോ g of 1/2 ഈക്വൽ ടു g of -1/2 വരും. 1/2നും -1/2നും സെയിം വാല്യൂ ആണ് വരുന്നത്. 1/2 അഥവാ 0.5. അതിന് രണ്ടിനും എന്താണ് വരുന്നത്? സെയിം വാല്യൂ ആണ്. അത് രണ്ടും ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ആളല്ലേ? അപ്പൊ അതെന്തല്ല? എന്താണ് നമ്മളിവിടെ നോക്കിയത്? 1 അല്ല. ഓക്കെ, 1 അല്ല. അപ്പൊ തന്നെ നമുക്ക് കിട്ടി എന്തല്ല? 1 അല്ല എന്ന് കിട്ടി. അപ്പൊ പിന്നെ നമ്മൾ ബാക്കി നോക്കണോ? വേണ്ട. അപ്പോ ഇത് തെറ്റാണ്, ബൈജക്റ്റീവ് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വൺ മാത്രമാണ് എന്താകുന്നത്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആകുന്നത്. അടുത്ത ചോദ്യം നോക്കാം. നോക്കിക്കേ, ലെറ്റ് R be a relation on the open interval -1 to 1 and is given by R equals set xy such that absolute of x plus y less than 2. Okay, absolute of x plus y എന്താണ്? Less than 2 ആണ്. Then which of the following is correct? So നമ്മളുടെ ഈ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ് ആകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ അതാണ് ചോദിച്ചിട്ടുള്ളത് റിലേഷന്റെ കേസിൽ. അപ്പോൾ നമുക്ക് റിഫ്ലെക്സീവ് ആണോ നോക്കാം. റിഫ്ലെക്സീവ് ആണോ നോക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? റിഫ്ലെക്സീവ് ആണോ നോക്കാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓക്കെ XX ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. XX ആണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. XX ചെക്ക് ചെയ്ത് നോക്കുക. അബ്സല്യൂട്ട് ഓഫ് x പ്ലസ് എക്സ് അതെന്ത് വരും? അബ്സല്യൂട്ട് ഓഫ് 2x. ഓക്കെ, അതെന്തായിരിക്കും? അബ്സല്യൂട്ട് ഓഫ് 2x നമ്മൾ ലെസ് ദാൻ 2 ആണോ എന്നാണ് ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം x വരുന്നത് -1നും 1നും ഇടയ്ക്കാണ്, വിച്ച് ഇംപ്ലൈസ് അബ്സല്യൂട്ട് ഓഫ് x ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇതിന് ഇടയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ -1നും 1നും ഇടയ്ക്ക് വരുന്നതുകൊണ്ട് അബ്സല്യൂട്ട് മാക്സിമം 1 വരെ വരാൻ പറ്റത്തുള്ളൂ. സോ അബ്സല്യൂട്ട് ഓഫ് x ലെസ് ദാൻ 1 ആയിരിക്കും. സോ അബ്സല്യൂട്ട് ഓഫ് 2x എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഓഫ് x ആണ്, which will be less than 2 times 1 അഥവാ 2 ആയിരിക്കും. സോ അബ്സല്യൂട്ട് ഓഫ് 2x ലെസ് ദാൻ എന്തായിരിക്കും? 2 ആയിരിക്കും. സോ റിഫ്ലെക്സീവ് ട്രൂ ആണ്. ഓക്കെ, സിമെട്രിക് നോക്കിക്കേ മക്കളെ. സത്യത്തിൽ ഇവിടെ വരുന്ന കേസ് എന്താന്ന് നോക്കിയാൽ, ഓക്കെ ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് നോക്കിയാൽ 1നും -1നും ഇടയ്ക്കുള്ള ആൾക്കാരാണ് വരുന്നത്. -1നും 1നും ഇടയ്ക്കുള്ള ഏത് ആൾക്കാരെ കൂട്ടി നോക്കിയാലും ഓക്കെ, -1നും 1നും ഇടയ്ക്കുള്ള ഏത് ആൾക്കാരെ തമ്മിൽ നമ്മൾ കൂട്ടിയാലും നമുക്ക് വരുന്നത് 2നും -2നും ഇടയ്ക്കുള്ള വാല്യൂസുകളാണ്. ഓക്കെ, 1നും -1നും ഇടയ്ക്കുള്ള ഏത് രണ്ട് ആൾക്കാർ നിങ്ങൾ കൂട്ടി നോക്കിയാലും നമുക്ക് എപ്പോഴും കിട്ടുന്ന -2നും 2നും ഇടയ്ക്കുള്ളവരാണ്. സോ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എപ്പോഴും എന്തായിരിക്കും? മാക്സിമം 2 വരെ വരത്തുള്ളൂ. ഓക്കെ, മാക്സിമം 2 വരെ വരത്തുള്ളൂ അതിന്റെ വാല്യൂസ്. സോ അത് എല്ലാ നമ്പറുകളുടെ പേരും വരും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതൊരു യൂണിവേഴ്സൽ റിലേഷൻ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത്
റിഫ്ലക്സീവ് ആയിരിക്കും, സിമെട്രിക് ആയിരിക്കും, ട്രാൻസിറ്റീവ് ആയിരിക്കും. ആ ബേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം. നമുക്ക് ജസ്റ്റ് ലോജിക്കലി നമ്മൾ ആദ്യം തിങ്ക് ചെയ്ത് നോക്കുക. നമുക്ക് ഈസി ആയിട്ട് പറ്റും. പല ചോദ്യങ്ങളും പലപ്പോഴും എൻട്രൻസിന് വയ്ക്കുന്ന പല ചോദ്യങ്ങളും ലോജിക്കലായിട്ട് നമ്മൾ തിങ്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു പോകുന്നതിനെക്കാട്ടി ഈസി ആയിട്ട് നമുക്ക് ലോജിക്കലി കിട്ടും. അപ്പൊ നമുക്ക് ഇരുന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി, ഇഷ്ടം പോലെ ഈസി ആയിട്ട്. നമുക്ക് സ്റ്റെപ്പുകളൊന്നും ആവശ്യമില്ല അല്ലെ. MCQ ക്വസ്റ്റ്യൻസിനൊന്നും നമ്മൾ എൻട്രൻസ് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ബബിൾ ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്ന എൻട്രൻസ് പരീക്ഷകളൊന്നും നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റെപ്പിലോട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ലോജിക്കലിയും കൂടെ തിങ്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മക്കളെ നമ്മളുടെ എക്സാമുകളൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സൂപ്പർ റാങ്കിലേക്ക് നമുക്ക് എത്താനും പറ്റും. ഓക്കെ, അപ്പൊ സ്റ്റെപ്പുകളെ കൂടുതൽ കാട്ടി തിങ്കിങ് കപ്പാസിറ്റിയും കൂടെ എന്ത് ചെയ്യാം മക്കളെ, കൂട്ടുക. ഓക്കെ, ഇത് ആക്ച്വലി ഒരു യൂണിവേഴ്സൽ റിലേഷൻ നമുക്ക് ഡയറക്റ്റ് പറയാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണ് അബ്സല്യൂട്ട് ഓഫ് x പ്ലസ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ആണ്. വിച്ച് ഇംപ്ലൈസ് അബ്സല്യൂട്ട് ഓഫ് y പ്ലസ് എക്സ് എന്തായിരിക്കും, ലെസ് ദാൻ 2 ആയിരിക്കും. സോ xy ഉണ്ടെങ്കിൽ ആരും ഉണ്ടാകും, yx ഉണ്ടാകും. ഓക്കെ, സോ അത് സിമെട്രിക്കുമാണ്. ഇനി ട്രാൻസിറ്റീവ് നമുക്ക് ജനറൽ ആയിട്ട് പറയാം, യൂണിവേഴ്സൽ റിലേഷൻ ആണ്. സോ അത് ട്രാൻസിറ്റീവ് ആകുമെന്ന് പറയാം. ഓക്കെ, ട്രാൻസിറ്റീവിന് നമുക്ക് അല്ലാത്ത തെറ്റായിട്ടുള്ള ഒരു എക്സാമ്പിളും പറയാൻ ഇവിടെ പറ്റത്തില്ല. അങ്ങനെയാണ് ആക്ച്വലി അത് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി എക്സ് പ്ലസ് വൈ, ഓക്കെ, വേർ എക്സ് വൈ അല്ലേ, എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വൈ എലമെന്റ് ഓഫ് -1 to 1. ഓക്കെ, -1 to 1 ഇടയ്ക്കുള്ള ഏത് രണ്ട് ആൾക്കാരെ കൂട്ടിയാലും നമുക്ക് കിട്ടുന്നത് എന്താണ്, -2നും 2നും ഇടയ്ക്കായിരിക്കും കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും 2 ആയിരിക്കും. 2നെ കാട്ടി ചെറുതായിരിക്കും വരുന്നത്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിരിക്കും എപ്പോഴും വരുന്നത്. കാരണം -1നും 1നും ഇടയ്ക്കുള്ള ഏത് രണ്ട് ആൾക്കാരെ നമ്മൾ കൂട്ടിയാലും നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും മക്കളെ, 2നെ കാട്ടി ചെറുതായിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റ് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്കിവിടെ എന്ത് പറയാം, അത് ട്രാൻസിറ്റീവ് ആണ്. സോ നമ്മളുടെ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്ന ഇക്വലൻസ് റിലേഷൻ ആണ്. ഡി അഥവാ ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ എന്ന ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ്. ഓക്കെ, സിമെട്രിക് ആണ്, റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, മൂന്നുമാണ്. സോ അതുകൊണ്ട് അതൊരെന്താണ്, ഇക്വലൻസ് റിലേഷൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ലെറ്റ് A equals 1 2 3 4 5 and B equals 6 7. What is the number of onto functions from A to B? എയിൽ നിന്ന് ബിയിലേക്കുള്ള onto ഫംഗ്ഷനുകൾ എത്ര? ഇവിടെ നമുക്ക് മക്കളെ ഒരു ടിപ്പ് പറഞ്ഞു തരാം. സാറ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ, ഒരു ടിപ്പ് പറഞ്ഞ ഈസി ടിപ്പാണ്. ഓക്കെ, സോ 2 ടിപ്സ് ആണ് നമുക്ക് ഇവിടെ ഈ ഒരു സാധനം ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. ടിപ്പ് നമ്പർ 1. ഓക്കെ, സോ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് F from A to B ആണ്. വേർ N of A എന്ന് പറയുന്നത് എമ്മും N of B എന്ന് പറയുന്നത് എന്നുമാണെങ്കിൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം A to B, എയിൽ നിന്ന് ബിയിലേക്ക് പറയാൻ പറ്റുന്ന നമ്പർ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് n റൈസ് ടു m ആയിരിക്കും. എന്തായിരിക്കും മക്കളെ, n റൈസ് ടു m ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നമ്പർ ഓഫ് ഫങ്ഷൻസ് എത്ര പറയാം, നമ്പർ ഓഫ് ഫങ്ഷൻസ്. ഓക്കെ, നമ്പർ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ബിയിലെ 2 ആൾക്കാരാണ്, എയിലെ 5 ആൾക്കാരാണ്. സോ 2 റൈസ് ടു സെലക്ഷൻ പോയിട്ടുണ്ട്, 2 റൈസ് ടു 5 വരും. ഓക്കെ, 2 റൈസ് ടു 5 എന്ന് പറയുന്നത് എത്രയാണ്, 32. അപ്പൊ ഇവിടെ മൊത്തം എത്ര ഫങ്ഷൻസ് ഉണ്ട്, 32 ഫങ്ഷൻസ് ഉണ്ട്. ചാടിക്കേറി 32 എഴുതി കളയരുത്. ഫങ്ഷൻസിന്റെ എണ്ണം അല്ല ചോദ്യം, onto ഫങ്ഷൻസിന്റെ എണ്ണമാണ് ചോദ്യം. ഏതാണ് ചോദ്യം മക്കളെ, onto ഫങ്ഷൻസിന്റെ എണ്ണമാണ് ചോദ്യം. onto ഫങ്ഷൻസ് എന്ന് പറയുന്നത് കോഡൊമെയിൻ എന്താകാൻ പാടില്ല, റേഞ്ച് ആകാൻ പാടില്ല. ഓക്കെ, സോറി, റേഞ്ച് എന്താകാൻ പാടില്ല, കോഡൊമെയിൻ ആകാൻ പാടില്ല. സോ ഔട്ട്പുട്ടില് 2 ആൾക്കാർ 6ഉം വരണം 7ഉം വരണം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് സപ്പോസ് onto അല്ലാത്തത്, നോൺ onto അഥവാ നമുക്ക് എന്ത് പറയാം, into കേസ് ഏതൊക്കെ വരാം, എവരി 2 പോസിബിലിറ്റീസേ ഉള്ളൂ. ഒന്ന്, എവരി എലമെന്റ് മാപ്സ് ടു 6 അല്ലേ, എല്ലാവരും 6ലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു കേസും. രണ്ടാമത്തത്
every element maps to 7. എല്ലാവരും 7ലേക്ക് മാപ്പ് ചെയ്യുന്നു. സപ്പോസ് ഒരാളെങ്കിലും മാറി മാപ്പ് ചെയ്താൽ എന്തായി പോകും? ഓൺ ടു ആയി പോകും. സോ അതുകൊണ്ട് തന്നെ ബൈജക്റ്റീവ് അല്ല മക്കളെ പറയുന്ന, ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. കാരണം ബൈജക്റ്റീവ് ഫംഗ്ഷൻ പോസിബിൾ ആണോ? ഇല്ല, പോസിബിൾ അല്ല. കാരണം ഇവിടെ 5 ആൾക്കാരും അവിടെ 2 പേരുമാണ്. ബൈജക്റ്റീവ് എന്തായാലും പോസിബിൾ അല്ല. നമ്മളിവിടെ ബൈജക്റ്റീവിനെ പറ്റിയേ അല്ല ചിന്തിക്കുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓൺ ടു ഫംഗ്ഷൻസിന്റെ എണ്ണത്തിൽ ഓൺ ടു വരുന്ന കേസുകളെ പറ്റിയാണ്. ഓക്കെ, സോ നമുക്ക് എല്ലാ എലമെന്റ്സും 6ലേക്ക് മാപ്പ് ചെയ്യുന്നത് ഒരു കേസ് ഉണ്ട്, എല്ലാ എലമെന്റ്സും 7ലേക്ക് മാപ്പ് ചെയ്യുന്ന മറ്റൊരു കേസും ഉണ്ട്. ഈ 2 കേസസ് ഒഴിച്ച് ബാക്കി എല്ലാ കേസിലും ഇത് എന്തായിരിക്കും? ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. സോ നമ്പർ ഓഫ് ഓൺ ടു ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 32 മൈനസ് 2 ആയിരിക്കും. അത് 30 ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ ഇനി അടുത്തൊരു ടിപ്പായിട്ട് പറയുന്ന ടിപ്പ് നമ്പർ 2. ഓക്കെ, ടിപ്പ് നമ്പർ 2 ആണ്. ഇഫ് സെയിം ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ്. ഇഫ് n of b equal to 2 ആണെങ്കിൽ, n of b equal to 2 ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം a to b എന്ന് പറയുന്നത് വരുമ്പോൾ n of ഇതിന്റെ എക്സ്റ്റൻഷൻ ആണ്. a to b എന്ന് പറയുന്നത് ഫംഗ്ഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 raised to m ആയിരിക്കും. നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻസ് എത്രയാണ് മക്കളെ? ഓൺ ടു ഫങ്ഷൻസ് ഫ്രം a to b, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഓൺ ടു ഫങ്ഷൻസ് എന്ന് പറയുന്നത് 2 raised to m minus 2 ആയിരിക്കും. 2 raised to m minus 2 ആയിരിക്കും വരുന്നത്. ഓക്കെ, 2 raised to m എന്ത് ചെയ്യണം? 2 കുറയ്ക്കണം. ക്ലിയർ ആണോ മക്കളെ? 2 raised to m എന്ത് കുറയ്ക്കണം മക്കളെ? 2 കുറയ്ക്കണം. ആ രീതിക്ക് ആയിരിക്കും വരുന്നത്. 3 ആൾക്കാരുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ പറ്റില്ല. 2 ആൾക്കാർക്ക് മാത്രമാണ് ഇത് ഫോളോ ചെയ്യാൻ പറ്റുക. 3 ആൾക്കാരാണെങ്കിൽ നമ്മൾ കോമ്പിനേഷൻസ് നോക്കണം. എല്ലാവരും കൂടെ ഒരാളിലേക്ക് മാപ്പ് ചെയ്യുന്നത്, എല്ലാവരും കൂടെ അടുത്ത ആളിലേക്ക് മാപ്പ് ചെയ്യുന്നത്, അടുത്ത ആളിലേക്ക് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിയും. ഇനി അടുത്ത് എന്ത് ചെയ്യണം? 2 പേരിലേക്ക് മാത്രമായിട്ട് മാപ്പ് ചെയ്യുന്ന കോമ്പിനേഷൻസ് നോക്കണം. അതായത് C2 വെച്ച് വരുന്ന ടൈപ്പ്. അതുപോലെ C2 വെച്ച് വരുന്ന പേഴ്സ് നോക്കണം. പിന്നെ ഇത്രയാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആ രീതിക്കും കൂടെ നോക്കുമ്പോൾ മാത്രമേ 3 എണ്ണം വെച്ച് വരുന്നത് വരത്തുള്ളൂ. 4 എണ്ണം വരുമ്പോൾ അതുപോലെ നമ്മൾ നോക്കണം. എല്ലാവരും കൂടെ ഓരോരുത്തരിലേക്ക് മാപ്പ് ചെയ്യുന്ന ടൈപ്പ് നോക്കണം. അപ്പൊ 4 എണ്ണം അത് വരും. പിന്നെ അതുപോലെ C2 നോക്കണം. 2 പേരിലേക്ക് മാത്രം എടുക്കുന്ന പേരുകൾ നോക്കണം. 3 പേരിലേക്ക് മാത്രം വരുന്ന പേരുകൾ നോക്കണം. ഓക്കെ, അങ്ങനെയുള്ള രീതികൾ നോക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ മക്കളെ? പറയാൻ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ അടുത്ത ചോദ്യം നോക്കാം. If f of x equal to ax minus b and g of x equal to cx plus d are such that f of g of x equal to g of f of x, then which of the following holds? ഇതിൽ ഏതായിരിക്കും ശരിയായിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ തന്നിട്ടുള്ളത് f of g of x equal to g of f of x ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കി നോക്കാം. f of x തന്നിട്ടുണ്ട്, g of x തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇത് രണ്ടും കണ്ടുപിടിച്ച് നോക്കാം. f of g of x എന്ന് പറയുന്നത് ഓക്കെ, f of ഇതിന്റെ അകത്ത് എക്സിന് പകരം g of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ a ടൈംസ് g of x ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ a of g of x ഓക്കെ മൈനസ് ഡി ഇങ്ങനെയാണ് വരുന്നത് ബേസിക് ആയിട്ട്. ഞാൻ ഇപ്പൊ അത് എഴുതാൻ നിൽക്കുന്നില്ല, പറഞ്ഞുതരാൻ വേണ്ടിയല്ലേ. അപ്പൊ നമുക്ക് a ടൈംസ് എക്സിന് പകരം g of x വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പുറത്ത് ഇതാണ് കിടക്കുന്നത്. സോ എക്സിന് പകരം g of x വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. സോ a ടൈംസ് cx പ്ലസ് ഡി വരും. ഓക്കെ, വിച്ച് വിൽ ബി നത്തിങ് ബട്ട് നമുക്ക് എന്താ എഴുതാം? വിച്ച് വിൽ ബി acx പ്ലസ് ad. ഇവിടെ എന്തുണ്ട്? മൈനസ് ബിയും കൂടെ ഉണ്ട്. ഇവിടെ ax മൈനസ് ബി ഉണ്ട്. അപ്പൊ എക്സിന്റെ സ്ഥാനത്താണ് g of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ പിന്നെ എന്തും കൂടെ ഉണ്ട്? മൈനസ് ബിയും കൂടെ ഉണ്ട്. ഇതാണ് f of g of x. ഇനി g of f of x ആണെങ്കിലോ g of f of x ഈക്വൽ ടു ഓക്കെ, g of f of x എടുത്താലോ നമുക്ക് c എക്സിന്റെ സ്ഥാനത്ത് ax പ്ലസ് ax മൈനസ് ബി വരണം. പ്ലസ് എന്തുണ്ട്? ഡി ഉണ്ട്. സോ അകത്തേക്ക് എടുക്കുമ്പോൾ വീണ്ടും ഇത് acx ആകും. ഓക്കെ, പിന്നെ അടുത്ത് എന്ത് വരും? മൈനസ് ബി സി പ്ലസ് ഡി വരും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിക്കേ, എക്സിന്റെ കോഎഫിഷ്യന്റ് രണ്ടും സെയിം ആണ്. നമുക്കറിയാം 2 ആൾക്കാർ സെയിം ആകണമെങ്കിൽ f of g of x ഉം g of f of x ഉം സെയിം ആണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
രണ്ടാൾക്കാർ സെയിം ആകണമെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം എക്സ് കോഎഫിഷ്യന്റുകൾ സെയിം ആകണം, കോൺസ്റ്റന്റുകൾ സെയിം ആകണം. ഓക്കെ, ഇവിടെ എക്സ് കോഎഫിഷ്യന്റ് ഓൾറെഡി സെയിം ആണ്. സോ അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട. സോ നമുക്കിനി എന്താ നോക്കേണ്ടത്? കോൺസ്റ്റൻസ് സെയിം ആണോ എന്നാണ് നോക്കേണ്ടത്. അഥവാ എ ഡി മൈനസ് ബി ഈക്വൽ ടു മൈനസ് ബി സി പ്ലസ് ഡി. ഓക്കെ, ഇവിടെ അപ്പൊ നമുക്ക് ഇതാണ് ഈ ഒരു സാധനമാണ് കിട്ടുന്നത്. നമുക്ക് എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് വേണമെങ്കിൽ എടുത്താൽ എ ഡി പ്ലസ് ബി സി ഈക്വൽ ടു ഡി ബി അപ്പുറത്തോട്ട് ബി പ്ലസ് ഡി, ഈ ഒരു മോഡലിൽ വരും. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു സൈഡിൽ പറയാം. എല്ലാം കൂടെ ഒരു സൈഡിൽ പറയാമെന്നിരിക്കും. നമുക്കിവിടെ ബാക്കി ഓപ്ഷൻസ് ഒക്കെ നോക്കാം എളുപ്പം. ഓക്കെ, ഇവിടെ എന്തുണ്ട്? മൈനസ് ബി ഉണ്ട്, പ്ലസ് ഡി ഉണ്ട്. ഇതാണ് വരുന്നത്. ഓക്കെ, ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ ഫോം. ഈ ഒരു ഫോമാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു ഫോമിലോട്ട് എത്തിച്ചു. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? ഓപ്ഷൻ എ എന്താ പറയുന്നത്? ഓപ്ഷൻ എ പറയുന്നത് എഫ് ഓഫ് ഡി ഈക്വൽ ടു ജി ഓഫ് ബി ആണ്. ചെക്ക് ചെയ്ത് നോക്കാം. എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് എന്ത് വരും? എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് എ ഡി മൈനസ് ബി, ഇവിടെ എക്സിന്റെ അകത്ത് ഡി കൊടുക്കുക. ജി ഓഫ് ബി എന്ന് പറയുന്ന ബി ഇതെന്ത് വരും? സി ബി പ്ലസ് ഡി വരും. ഓക്കെ, ഇതിൽ നമുക്ക് എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് എടുക്കാനാണ് നമ്മൾ നോക്കിയത്. സോ എ ഡി സി ബി വരുമ്പോൾ മൈനസ് സി ബി മൈനസ് ബി പ്ലസ് ഡി ഈക്വൽ ടു 0. സെയിം ആണോ രണ്ടും? നോക്കിക്കേ, എ ഡി കറക്റ്റ് ആണ്, മൈനസ് ബി കറക്റ്റ് ആണ്, ഡി കറക്റ്റ് ആണ്. പക്ഷേ ഇവിടെ പ്ലസ് ബി സിയും ഇവിടെ മൈനസ് ബി സിയും ആണ്. ഓക്കെ, സി ബി അല്ലെങ്കിൽ മൈനസ് ബി സി. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ബി സി ആയിട്ട് എഴുതാം. ഓക്കെ, ബി സി. അപ്പോൾ മൈനസ് ബി സിയുമാണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും ശരിയാകണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഒഴിവാക്കാം. ഓക്കെ, അത് വരണം എന്നൊരു നിർബന്ധവും ഇല്ല. അടുത്ത് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. എഫ് ഓഫ് ബി പ്ലസ് ജി ഓഫ് ഡി ആണ് നോക്കുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ബി ഓപ്ഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എഫ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എ ബി മൈനസ് ഡി, സോറി എ ബി മൈനസ് ബി അല്ലേ, മൈനസ് ബി. അടുത്ത് ഡി കൊടുക്കുമ്പോഴോ? ഡി കൊടുക്കുമ്പോൾ സി ഡി പ്ലസ് സി ഡി പ്ലസ് ഡി. ഓക്കെ, ഈക്വൽ ടു 0. ഇതാണ് വരുന്നത്. ഇവിടെ നോക്കിക്കേ, ഇത് നോക്കിക്കേ, എ ബി ആണ്, ഇവിടെ എ ഡി ആണ് അല്ലേ. ഇത് നമുക്ക് പറയാൻ പറ്റുമോ ഇതിൽ നിന്ന്? ഇല്ല, ഇവിടെ മൈനസ് ബിയും പ്ലസ് ഡിയും ഉണ്ട്. പക്ഷെ ഇവിടെ ബി സി ആണ്, ഇവിടെ സി ഡി, സോറി ഇവിടെ ബി സി ആണ്, ഇവിടെ സി ഡി ആണ്, ഇവിടെ എ ഡി ആണ്, ഇവിടെ എ ബി ആണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ പറ്റില്ല. അത് നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. എയും ബി നോക്കി അടുത്ത സി. സി എന്താ പറയുന്നത്? സി പറയുന്നത് എഫ് എ പ്ലസ് ജി സി ഈക്വൽ ടു 2a. അപ്പൊ എഫ് എ ആക്ച്വലി അതാവൂല അല്ലേ, കാരണം നമുക്ക് എഫ് എ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ വരുന്നുണ്ട് അല്ലേ. അത് നമുക്ക് ഡയറക്റ്റ് നോക്കാം. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണമെന്നല്ല മക്കളെ, ജസ്റ്റ് ഇട്ട് കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതേ മോഡലാണ് വരുന്നത്. നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ എ കൊടുക്കുമ്പോൾ എ സ്ക്വയർ വരും. എന്ത് വരും? എ സ്ക്വയർ മൈനസ് ബി വരും. ഇവിടെ എ സ്ക്വയർ ആണോ വരുന്നേ? അല്ല, നമുക്ക് ഓൾറെഡി കിട്ടും. വേണമെങ്കിൽ നമുക്ക് കൊടുത്തു നോക്കാം. കൊടുത്തു നോക്കുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി. ഓക്കെ, എ സ്ക്വയർ മൈനസ് ബി വരും. അടുത്ത വരെ ജി ഓഫ് സി കൊടുക്കുമ്പോൾ എന്ത് വരും? സി ടൈം സി എന്ത് വരും? സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഡി ഈക്വൽ ടു 0. ഇത് നമുക്ക് പറയാൻ പറ്റുമോ? ഇതാണോ നമുക്ക് കിട്ടിയത്? അല്ല. അപ്പൊ അതും നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത ലാസ്റ്റത്തെ ഓപ്ഷൻ അതായിരിക്കും മോസ്റ്റ്ലി വരുന്നത്. 3 വരാത്തത് കൊണ്ട് എന്നാലും അതും കൂടെ നോക്കി ഉറപ്പാക്കുക. ഓക്കെ, സോ എഫ് ഓഫ് ഡി. എഫ് ഓഫ് ഡി എന്താണ്? ഡി കൊടുക്കുമ്പോൾ എഫ് എക്സിന്റെ അവിടെ ഡി കൊടുക്കുമ്പോൾ എ ഡി മൈനസ് ബി. ഓക്കെ, എ ഡി മൈനസ് ബി. ജി ഓഫ് ബി എന്താണ്? ജി ഓഫ് ബി എന്ന് പറയുന്നത് സി ബി പ്ലസ് സി ബി പ്ലസ് ഡി. ഓക്കെ, ഈക്വൽ ടു എന്ത് വരും? ഈക്വൽ ടു 2d. ഓക്കെ, ഈക്വൽ ടു ഇവിടെ അയ്യോ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അതും വരുന്നില്ലല്ലോ എന്ന് നോക്കിയപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ബി സി ഡിന് ഇപ്പുറത്തോട്ടല്ലേ എടുക്കുന്ന. ഡിന് ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ ഇതെന്താകും? മൈനസ് ഡി ആകും കേട്ടോ. നോക്കിക്കേ, ഡിനെ നമ്മൾ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ എന്താകും? മൈനസ് ഡി ആകും. പോസിറ്റീവ് ഡി ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ഡി ആകും. ഇവരൊന്നും വന്നിട്ടില്ല, ഇതിലും വന്നിട്ടില്ല, ഇതിലും വന്നിട്ടില്ല, എല്ലാം പ്ലസ് ഡി ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെ വന്നു എ ഡി. ഓക്കെ, അടുത്ത് ബി സി, അടുത്ത് മൈനസ് ബി പ്ലസ് ഡി, അടുത്ത് 2d ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് 2d ഈക്വൽ ടു 0. ഇനി നോക്കിക്കേ, അപ്പൊ എന്ത് കിട്ടും? എ ഡി പ്ലസ് ബി സി മൈനസ് ബി ഡി മൈനസ് 2d മൈനസ് ഡി ഈക്വൽ ടു 0. ഇനി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എ ഡി പ്ലസ് ബി സി മൈനസ് ബി മൈനസ് ഡി ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ഓപ്ഷനാണ് കറക്റ്റ് മക്കളെ? നമ്മളുടെ 4th ഓപ്ഷൻ ആണ് കറക്റ്റ്. ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് എന്ത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. സോ ഐഡിയയും കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ മക്കളെ?
ഈ ഒരു രീതിക്കാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് എഫ് ഓഫ് ജി ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് എക്സും എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ ഇതിൽ കണ്ടു. പിന്നെ അത് വെച്ച് നമ്മൾ ബാക്കി സോൾവ് ചെയ്യുന്നതിന് ഓപ്ഷൻസ് നോക്കിയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√ അബ്സല്യൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 1/√ എക്സ് മൈനസ് അബ്സല്യൂട്ട് ഓഫ് റൂട്ട് എക്സ് അബ്സല്യൂട്ട് ഓഫ് എക്സ്. ഓക്കെ, രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഹാസ് സം ഡൊമൈൻ ആൻഡ് ജി ഓഫ് എക്സ് ഹാസ് നോ ഡൊമൈൻ. എഫ് ഓഫ് എക്സിന് ഏതോ ഒരു ഡൊമൈനും ഉണ്ട്, പക്ഷെ ജി ഓഫ് എക്സിന് ഒരു ഡൊമൈനോ ഇല്ല. ഡൊമൈനിൽ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. ബി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന് ഡൊമൈൻ ഇല്ല, പക്ഷെ ജി ഓഫ് എക്സിന് ഡൊമൈൻ ഉണ്ട്. സി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിനും ജി ഓഫ് എക്സിനും ഡൊമൈൻ ഉണ്ട്. ഡി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിനും ജി ഓഫ് എക്സിനും ഡൊമൈൻ ഇല്ല. അപ്പൊ നമുക്ക് ഇതിൽ ആർക്കൊക്കെ ഡൊമൈൻ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സ് നോക്കാം. ഫസ്റ്റ് നമുക്ക് എഫ് ഓഫ് എക്സ് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√ അബ്സല്യൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ്. നമ്മൾ ഇത്രയും നോക്കണ്ടല്ലോ, ഡൊമൈൻ അല്ലേ നോക്കാൻ പോകുന്നത്. സോ ഇതാണ് നമ്മളെ ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് ഡൊമൈൻ നോക്കണമെങ്കിൽ നമുക്കറിയാം ഡിനോമിനേറ്റർ എന്താകണം, 0 ആകാൻ പാടില്ല, അല്ലാത്ത ഏത് വാല്യൂവും വരാം. ഓക്കെ, ബേസിക് ആയിട്ട് നമുക്കറിയാം നമുക്ക് റൂട്ടിനകത്ത് എന്തേ വരാൻ പറ്റുള്ളൂ, റൂട്ടിനകത്ത് പോസിറ്റീവ് വാല്യൂസേ വരാൻ പറ്റുള്ളൂ, പോസിറ്റീവ് ഓർ ഈക്വൽ ടു 0. പക്ഷെ എന്നാലും ഡിനോമിനേറ്ററിൽ വന്നുകൊണ്ട് 0 വരാൻ പറ്റത്തില്ല. സോ എന്താണ്, ഗ്രേറ്റർ ദാൻ 0 മാത്രമേ വരാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ എഴുതാം അബ്സല്യൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇവിടെ നമുക്ക് എടുക്കുകയാണെങ്കിൽ അബ്സല്യൂട്ട് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി, അബ്സല്യൂട്ട് ഓഫ് എക്സ് എക്സിനെ കാട്ടി എപ്പോഴും വലുതായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇത് ശരിയാവോ, ഇല്ല. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്കറിയാം അബ്സല്യൂട്ട് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് വരുന്നത്. അപ്പൊ ഇത് 0 ആയിട്ട് പോകും. ഇനി എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് പറയാം, നമുക്ക് അബ്സല്യൂട്ട് ഓഫ് എക്സ് എന്തായിരിക്കും, എക്സിനെ കാട്ടി വലുതായിരിക്കും. അപ്പൊ ഇത് ശരിയാണ്. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ഡൊമൈൻ എന്താ വരുന്നത്, എക്സ് നെഗറ്റീവ് വാല്യൂസ് എല്ലാം ഡൊമൈൻ ആയിട്ട് വരും. ഓക്കെ, സോ ഡൊമൈൻ ഉണ്ട്. എഫ് ഓഫ് എക്സിന് എന്തുണ്ട്, ഡൊമൈൻ ഉണ്ട്. ഇനി നമ്മൾ ജി ഓഫ് എക്സിന്റെ കേസാണ് നോക്കുന്നത്. ഓക്കെ, ജി ഓഫ് എക്സും സെയിം മോഡലാണ്. ജി ഓഫ് എക്സ് ഈക്വൽ ടു 1/√ എക്സ് മൈനസ് അബ്സല്യൂട്ട് ഓഫ് എക്സേ ഉള്ളൂ. സെയിം രീതിക്ക് തന്നെ വരും. ഡിനോമിനേറ്ററിൽ 0 വരാൻ പറ്റൂല, റൂട്ടിനകത്തായതുകൊണ്ട് നെഗറ്റീവും വരാൻ പറ്റൂല. സോ നമുക്ക് എഴുതാം എക്സ് മൈനസ് അബ്സല്യൂട്ട് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അത് പോസിറ്റീവ് ആയിരിക്കണം. ഈക്വൽ ടു 0 വരാൻ പറ്റില്ല. ഈക്വൽ ടു 0 എന്നാൽ ഡിനോമിനേറ്റർ 0 ആയി പോകും. അപ്പൊ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പൊ നമുക്ക് നോക്കിക്കേ, എക്സ് ഗ്രേറ്റർ ദാൻ അബ്സല്യൂട്ട് ഓഫ് എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ അബ്സല്യൂട്ട് ഓഫ് എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ അബ്സല്യൂട്ട് ഓഫ് എക്സ് എവിടെയെങ്കിലും പോസിബിൾ ആണോ നോക്കിക്കേ. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഈക്വലേ വരുള്ളൂ. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ അബ്സല്യൂട്ട് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഉള്ളൂ. കാരണം നെഗറ്റീവ് ആകുമ്പോൾ, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. സോ അത് വലുതായിരിക്കും. ഓക്കെ, ഒരിക്കലും നമുക്ക് അബ്സല്യൂട്ട് വാല്യൂവിനെ കാട്ടി പർട്ടിക്കുലർ വാല്യൂ വലുതായി വരത്തില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഇതെന്താണ്, നോട്ട് പോസിബിൾ ആണ്. ഇത് പോസിബിൾ ആണോ, നോട്ട് പോസിബിൾ. ഈക്വൽ ടു കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇവിടെ റൂട്ട് അല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈക്വൽ ടു കൂടെ ആയിരുന്നു. ഈക്വൽ ടു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് അത് പറ്റത്തില്ല. അല്ലെങ്കിൽ ഡിനോമിനേറ്ററിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈക്വൽ ടു 0 കൂടെ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇത് ഈക്വലും കൂടെ വന്നേനെ, സം ഡൊമൈൻസ് വന്നേനെ. പക്ഷെ ഇവിടെ ഒരു പോസിബിൾ ആയിട്ടുള്ള കേസ് വരത്തില്ല. സോ ജി ഓഫ് എക്സിന് ഡൊമൈൻ ഇല്ല. അപ്പൊ ഏതാണ് ഉത്തരം, എഫ് ഓഫ് എക്സ് ഹാസ് സം ഡൊമൈൻ ആൻഡ് ജി ഓഫ് എക്സ് ഹാസ് നോ ഡൊമൈൻ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. Let f of x and g of x be two functions such that g of x equal to x minus 1 by x and f of g of x equal to x cube minus 1 by x cube. What is g of f of x minus 3x equal to? So ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ നമുക്ക് ബേസിക്കലി ആദ്യം എന്തറിയണം, എഫ് ഓഫ് എക്സ് എന്താണെന്ന് അറിയണം. ഇതിൽ നിന്ന് എഫ് ഓഫ് എക്സ് അറിയണം അല്ലേ. നമുക്കറിയാം ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 by x ആണ്. ഓക്കെ, നമുക്കപ്പോൾ ഇതിന് എന്തായിട്ട് എടുക്കാം, സം ജി ഓഫ് എക്സിനെ ഒരു y ആയിട്ട് എടുക്കാം. ഓക്കെ, ലെറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ഓക്കെ, ജി ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ നമുക്കറിയാം y ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, y ഈക്വൽ ടു എക്സ് മൈനസ് 1 by x എന്ന് പറയാം. ഓക്കെ, എക്സ് മൈനസ് 1 by x എന്ന് പറയാം. അടുത്ത് ഇവിടെ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് ജി ഓഫ് എക്സ്, എഫ് ഓഫ് ജി ഓഫ് എക്സ് അഥവാ എന്താണ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സിന് ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കുക. സോ എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്ത് വരും, എക്സ് ക്യൂബ് മൈനസ് 1 by x ക്യൂബ്.
ഓക്കെ, എക്സ് ക്യൂബ് മൈനസ് 1/x³ ഈ മോഡലിലാണ് വരുന്നത്. സോ ഇതും നമുക്കറിയാം. ഓക്കെ, ഇതും നമുക്കറിയാം. ഇനി നമുക്ക് എക്സ് വൈയുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ x³ മൈനസ് 1/x എന്ന് പറയുന്നത് അത് മാറ്റിയിട്ട് അവിടെ y വരണം, എന്നാലേ എഫിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ വൈയും എക്സും കണക്ട് ചെയ്താണ് കിടക്കുന്ന, നമുക്കിവിടെ x³ മൈനസ് 1/x പകരം y കൊടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ക്യൂബ് എടുക്കണം. അതിന്റെ ക്യൂബ് എടുക്കാൻ നമുക്ക് ഹോൾ ക്യൂബ് എടുക്കാം. സോ y³ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, x മൈനസ് 1/x ദ ഹോൾ ക്യൂബ് എടുക്കാം. ഓക്കെ, x മൈനസ് 1/x ദ ഹോൾ ക്യൂബ് എങ്ങനെ വരും മക്കളെ? ക്യൂബിന്റെ എക്സ്പാൻഷൻ ചെയ്തേ, a മൈനസ് b ദ ഹോൾ ക്യൂബ്, a മൈനസ് b ദ ഹോൾ ക്യൂബ് എങ്ങനെ വരും? a³ മൈനസ് 3a² b പ്ലസ് 3ab² മൈനസ് b³. ഇതാണ് നമ്മളുടെ ഇതിന്റെ എക്സ്പാൻഷൻ. ഓക്കെ, ആ ഒരു ബേസിക് എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മൾ അത് വെച്ചാണ്. സോ x³ മൈനസ് 3x² 1/x പ്ലസ് 3x ടൈംസ് 1/x². ഓക്കെ, പ്ലസ് മൈനസ് 1/x³. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്നത്. നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളെ ഇക്വേഷനിലേക്ക് എടുത്ത് വരുമ്പോൾ ക്യൂബ് എടുക്കുമ്പോൾ ഇതാണ് വരുന്നത്. സോൾവ് ചെയ്ത് നോക്കിക്കേ, x³ ഉണ്ട്. നമുക്കിവിടെ ആവശ്യമുള്ള x³ മൈനസ് 1/x³. അത് ആദ്യം എടുക്കാം. x³ മൈനസ് 1/x³. ഓക്കെ, അതിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? f(y) കൊടുക്കാം. അതിനാണ് നമുക്ക് അത് എടുക്കുന്നത്. അപ്പൊ ഇവിടെ y ഉണ്ട്, ഇവിടെ ഒരു f(y) ഉണ്ട്. ഇനി ബാക്കിയുള്ളതിന് എന്താണ് വൈയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ എന്തുണ്ട്? -3. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് 2 നിന്നും ഒരു 3 കോമൺ ആയിട്ട് പുറത്തെടുത്താലോ? -3 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ നമുക്ക് എന്ത് എഴുതാൻ നോക്കിക്കേ? -3 ഇവിടെ നിന്നും -3 പുറത്തെടുത്താൽ ഇവിടെ x² എക്സും ക്യാൻസൽ ആയി പോയി, x കിട്ടും. ഓക്കെ, ഇവിടെ എന്നിട്ട് എന്താ? പോസിറ്റീവ് നെഗറ്റീവ് പുറത്തെടുത്തു, സോ മൈനസ് ആയി. ഓക്കെ, ഇവിടെ നിന്നും ക്യാൻസൽ ആയി പോയിട്ട് 1/x കിട്ടും. x മൈനസ് 1/x. x മൈനസ് 1/x എന്താ മക്കളെ? താണ്ടെ y അല്ലേ x മൈനസ് 1/x. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി? x³. ഇവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, വാല്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോക്കിക്കേ, x³ മൈനസ് 1/x³ എന്ന് പറയുന്നത് ആരാ? f(y) ആണ്. സോ ഇത് f(y) ആണ്. -3 ടൈംസ് ഇതെന്താണ്? y ആണ്. 3y ആണ്. ഇതിന് എന്തിന്റെ വാല്യൂ ആണിത്? y³ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? f(y) ഈക്വൽ ടു, സോ നമ്മൾ ഇതിനെ 3y ഇപ്പുറത്തോട്ട് y³ പ്ലസ് 3y എന്ന് പറയാം. f(y) ഈക്വൽ ടു എന്ത് പറയാം? y³ പ്ലസ് 3y എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇത് f(y) ആണ്. നമുക്കിവിടെ f(x) കണക്ട് ചെയ്താണ് ആവശ്യം അല്ലെ? y-ക്ക് വരാം. അപ്പൊ എന്ത് കൊടുത്താൽ മതി? f(x). അപ്പൊ f(x) എന്ന് പറയാം f(x) ഈക്വൽ ടു x³ പ്ലസ് 3x. x³ പ്ലസ് 3x ആണ്. സോ നമുക്കിവിടെ g ഓഫ് ഇത് കണ്ടുപിടിച്ച് നോക്കാം. g ഓഫ് f(x) മൈനസ് 3x എന്തായിരിക്കും വരുന്നത്? g ഓഫ് f(x) എന്താ? x³ പ്ലസ് 3x. x³ പ്ലസ് 3x ആണ്. ഇവിടെ എന്തുണ്ട്? -3x ഉണ്ട്. സോ 3x മൈനസ് 3x കൂടെ ക്യാൻസൽ ആയി പോകും. g ഓഫ് x³ കിട്ടും. g ഓഫ് x എന്താണ്? g ഓഫ് x ഈക്വൽ ടു x മൈനസ് 1/x ആണ്. അപ്പൊ g ഓഫ് x³ എന്തായിരിക്കും? x ന് വരെ എന്ത് കൊടുത്താൽ മതി? x³ കൊടുത്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? x³ മൈനസ് 1/x³. അതാണ് നമ്മളുടെ ആൻസർ. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. x³ മൈനസ് 1/x³. നമുക്ക് അവിടെ ഉത്തരമായിട്ട് ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണമെങ്കിൽ f(x) എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാകണം. സോ f(x) കണ്ടുപിടിക്കാൻ നമുക്ക് f(g) നമുക്കറിയാം. അപ്പൊ സം g ഓഫ് എക്സിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ g(y) എടുത്തിട്ട് f(g)(y) ഇതായിരിക്കും. എന്നിട്ട് ആ g(y) നെ നിങ്ങൾ x ആയിട്ട് എടുത്ത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെയും വരും. അപ്പൊ ഡയറക്റ്റ് x തന്നെ വെച്ച് വരും. ഇവിടെ നമുക്ക് എന്താണ്? g ഓഫ് എക്സിനെ നമ്മൾ സം y ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ f(y) എന്ന് പറയുന്ന ഇതാണ്. സോ അത് സോൾവ് ചെയ്ത് y-ന്റെ തന്നെ ടേമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ നമ്മൾ y-ന് സാധനത്തിന് ഇവിടെ നമുക്ക് x³ മൈനസ് 1³ ആണ് ആവശ്യം, 1x³ ആണ് ആവശ്യം, 1/x³ ആണ് ആവശ്യം. അപ്പൊ അത് എത്തിക്കാൻ വേണ്ടി ഇവിടെ ക്യൂബ് എടുത്താൽ അത് കിട്ടും എന്നുള്ള അറിയാം. സോ അത് എടുക്കുന്നു, ക്യൂബ് എടുക്കുന്നു. നമ്മൾ സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടി y³ ഈക്വൽ ടു fy മൈനസ് 3y ആണ്. അതിൽ നിന്ന് f(y) ഈക്വൽ ടു നമുക്ക് എഴുതാം y³ പ്ലസ് 3y. അതായത് ഇനി f(y) ഈക്വൽ ടു y³ മൈനസ് 3y ആണെങ്കിൽ f(x) ഈക്വൽ ടു എന്ത് പറയാം? x³ മൈനസ്
x³ + 3x. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, നമുക്ക് സോൾവ് ചെയ്യുന്നു, ഉത്തരം കിട്ടുന്നു. ഓക്കെ, ഇത്ര നമ്മൾ ചെയ്തോളൂ, അല്ലാതെ വേറെ അധികം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. സിമ്പിൾ ചോദ്യങ്ങളാണ്. കൂടുതലും ലോജിക്കലി നിങ്ങൾക്ക് കാണാം, ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു, അതിൽ കൂടുതൽ നമുക്ക് ലോജിക്കൽ ചെയ്യാം. കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യത്തിലേക്ക് വരുന്നുള്ളൂ. അത് നിങ്ങളുടെ പാറ്റേണും അങ്ങനെയാണ്. മോസ്റ്റ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 1 or 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചോദ്യമൊക്കെ മാത്രമേ നമുക്ക് കുറച്ചൊന്ന് ഡിഫിക്കൽട്ടായിട്ട് ചോദിക്കാറുള്ളൂ. ഓക്കെ, സോ ലെറ്റ് P and Q be two non-void relations. ഓക്കെ, two non-empty relations ആണ്. On a set A, which of the following statements are correct? അങ്ങനെയെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തേത് F and Q are reflexive. ഓക്കെ, സോറി, F അല്ല, P and Q. പിയും ക്യൂവും റിഫ്ലക്സീവ് ആണ്. റിഫ്ലക്സീവ് ആണ്, സോറി, പിയും ക്യൂവും റിഫ്ലക്സീവ് ആണ്. റിഫ്ലക്സീവ് അങ്ങനെയാണെങ്കിൽ P ഇന്റർസെക്ഷൻ Q ആണ് ചോദ്യം. P ഇന്റർസെക്ഷൻ Q ആയിരിക്കും ചോദ്യം. ഓക്കെ, P ഇന്റർസെക്ഷൻ Q. അപ്പൊ നോക്കിക്കേ, P ഇന്റർസെക്ഷൻ Q റിഫ്ലക്സീവ് ആയിരിക്കോ? നോക്കാം നമുക്ക്. പിയും റിഫ്ലക്സീവ് ആണ്, ക്യൂവും റിഫ്ലക്സീവ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? എ എലമെന്റ് ഓഫ് പിയും ക്യൂവും റിഫ്ലക്സീവ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പറയാം എ എലമെന്റ് ഓഫ് ആരൊക്കെ ആയിരിക്കും? പിയും ആയിരിക്കും, എ എലമെന്റ് ഓഫ് ക്യൂവും ആയിരിക്കും. എയിലുള്ള എല്ലാവർക്കും എ പിയിലും ഉണ്ടാകും, ക്യൂയിലും ഉണ്ടാകും. സോ അതിന്റെ ഇന്റർസെക്ഷനിലും ആരുണ്ടാകും? എ ഉണ്ടാകും. ഓക്കെ, രണ്ടിലും ഉണ്ടാകുന്നുണ്ട്. കാരണം പി റിഫ്ലക്സീവ് ആയതുകൊണ്ട് എ എലമെന്റ് ഓഫ് പി ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ ആയിരിക്കും. ക്യൂ റിഫ്ലക്സീവ് ആയതുകൊണ്ട് എ എലമെന്റ് ഓഫ് ക്യൂ ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ ആയിരിക്കും. അപ്പൊ എ എന്ന് പറയുന്ന ആള്, ഓക്കെ, നമ്മളുടെ സെയിം ഇമേജിന് അതേ ഔട്ട്പുട്ട് തന്നെ കിട്ടുന്ന എ എന്ന് പറയുന്ന എലമെന്റ് പിയിലും ഉണ്ട്, ക്യൂയിലും ഉണ്ട്. സോ അതുകൊണ്ട് എ എവിടെയുണ്ട്? പി ഇന്റർസെക്ഷൻ ക്യൂയിലും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് പിയും ക്യൂവും സിമ്മട്രിക് ആണെങ്കിൽ പി യൂണിയൻ ക്യൂ എന്തായിരിക്കും? സിമ്മട്രിക് ആകുമോ എന്നുള്ളതാണ് ചോദ്യം. പി ക്യൂ സിമ്മട്രിക് ആണ്. പി ക്യൂ സിമ്മട്രിക് ആണ്. ഓക്കെ, പിയും ക്യൂ എന്താണ് മക്കളെ? സിമ്മട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ പി യൂണിയൻ ക്യൂ ആണ് ചോദ്യം. പി യൂണിയൻ ക്യൂ. ഓക്കെ, അപ്പൊ നമുക്കറിയാം എ ബി പിയിലുണ്ടെങ്കിൽ ബി എ പിയിലുണ്ടാകും. ഓക്കെ, എ ബി ക്യൂവിലാണുള്ളതെങ്കിൽ ബി എവിടെ ഉണ്ടാകും? ക്യൂവിൽ തന്നെ ഉണ്ടാകും. സോ അവരുടെ യൂണിയനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതുണ്ടാകും. സോ നമ്മൾ എടുക്കുന്ന എ ബി, ഓക്കെ, സം എ ബി എലമെന്റ് ഓഫ് പി യൂണിയൻ ക്യൂ നമുക്ക് വിചാരിക്കാം. പി യൂണിയൻ ക്യൂവിലുള്ള എ ബി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, പി യൂണിയൻ ക്യൂവിൽ ആരുണ്ട്? ഒരു എ ബി എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എ ബി എവിടെ ഉണ്ടാകും? ഒന്നുകിൽ പിയിലുണ്ടാകും, അല്ലെങ്കിൽ ക്യൂവിലുണ്ടാകും. എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും മിനിമം കാണും. സപ്പോസ് പിയിലുണ്ടെങ്കിൽ എ ബി എവിടെ ഉണ്ടാകും? ബി എവിടെ ഉണ്ടാകും? പിയിലുണ്ടാകും. ബി എ പിയിലുണ്ടെങ്കിൽ ബി എലമെന്റ് ഓഫ് പി യൂണിയൻ ക്യൂവും ആയിരിക്കും. ഓക്കെ, അപ്പൊ എ ബി പിയിലാണെങ്കിൽ, എ ബി എലമെന്റ് ഓഫ് പി ആണെങ്കിൽ ബി എലമെന്റ് ഓഫ് പി ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് നമുക്ക് പറയാം ബി എലമെന്റ് ഓഫ് പി യൂണിയൻ ക്യൂ ആയിരിക്കും. ഇതുപോലെ നമുക്ക് ക്യൂവിന്റെ കേസും പറയാം. എ ബി ക്യൂവിലാണെങ്കിൽ, ഓക്കെ, ബി എയും എവിടെ ഉണ്ടാകും? ക്യൂവിലുണ്ടാകും. ബി എ ക്യൂവിലുണ്ടെങ്കിൽ ബി എ എവിടെ ഉണ്ടാകും? ബി എലമെന്റ് ഓഫ് പി യൂണിയൻ ക്യൂവിലായിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് എ ബി എന്ന് പറയുന്ന പി യൂണിയൻ ക്യൂവിൽ ഒരു എ ബി എടുത്താൽ ബി എയും പി യൂണിയൻ ക്യൂവിൽ നിർബന്ധമായിട്ടും ഉണ്ടാകും. സോ അത് സിമ്മട്രിക്കുമാണ്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, ആക്ച്വലി പി ഇന്റർസെക്ഷൻ ക്യൂ ആണെങ്കിലും സിമ്മട്രിക് ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ പിയും ക്യൂവും റിഫ്ലക്സീവ് ആണെങ്കിൽ, ഓക്കെ, പിയും ക്യൂവും റിഫ്ലക്സീവ് ആണെങ്കിൽ പി ഇന്റർസെക്ഷൻ ക്യൂവും റിഫ്ലക്സീവ് ആയിരിക്കാം. പി യൂണിയൻ ക്യൂ എന്തായിരിക്കും മക്കളെ? റിഫ്ലക്സീവ് ആയിരിക്കും. ഓക്കെ, ഇനി പിയും ക്യൂവും ട്രാൻസിറ്റീവ് ആണെങ്കിൽ പി ഇന്റർസെക്ഷൻ ക്യൂവിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. പിയും ക്യൂവും ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സം എ ബി പി ഇന്റർസെക്ഷൻ ക്യൂ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എ ബി ബി സി എലമെന്റ് ഓഫ് പി ഇന്റർസെക്ഷൻ ക്യൂ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എ ബി ബി സിയും എവിടെ ഉണ്ടാകും? എലമെന്റ് ഓഫ് പി ആയിരിക്കും. രണ്ടിലും വേണം. ഞാൻ ഒരെണ്ണം മാത്രമേ എടുക്കും തൽക്കാലം. എന്തായാലും നിർബന്ധമായിട്ടും പിയിലുണ്ടാക്കണം. വിച്ച് ഇംപ്ലൈസ്, ഓക്കെ, ബി സിയും പിയിലുണ്ടാകും. വിച്ച് ഇംപ്ലൈസ്
സോറി നമുക്ക് രണ്ടിലും കാണിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ സിംപ്ലൈസ് എ സി എലമെന്റ് ഓഫ് പി ആയിരിക്കും. അതുപോലെ ഇനി നമുക്ക് എന്തും പറയാം, ഇതിൽ നമുക്ക് പറയാം എ ബി ബി സി എലമെന്റ് ഓഫ് ക്യൂ ആയിരിക്കും. ആൻഡ് ഓക്കെ വിച്ച് ഇംപ്ലൈസ് എ സി എലമെന്റ് ഓഫ് ക്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ സി പിയിലും ഉണ്ടാകും ക്യൂയിലും ഉണ്ടാകും. ഇവിടെ നമുക്ക് ഓറാണേ, ഇവിടെ നമുക്ക് ആൻഡാണ് വരുന്നത്. രണ്ടിലും നിർബന്ധമായിട്ടും ഉണ്ടാകും. സോ എ സി പിയിലും ഉണ്ട് ക്യൂയിലും ഉണ്ട്. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം, എ സി എലമെന്റ് ഓഫ് പി ഇന്റർസെക്ഷൻ ക്യൂ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പി ക്യൂ ട്രാൻസിറ്റീവ് ആണെങ്കിൽ പി ഇന്റർസെക്ഷൻ ക്യൂ എന്തായിരിക്കും, ട്രാൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി പി ക്യൂ ട്രാൻസിറ്റീവ് ആണെങ്കിൽ പി ഇന്റർസെക്ഷൻ ക്യൂ പി യൂണിയൻ ക്യൂ ട്രാൻസിറ്റീവ് ആകണമെന്നുണ്ടോ? പിയും ക്യൂവും ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ പി യൂണിയൻ ക്യൂ ട്രാൻസിറ്റീവ് ആകണമെന്നുണ്ടോ? ഇല്ല, അത് നിർബന്ധമായിട്ടും ആവണം എന്ന് ഒരു നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് പിയിൽ നമുക്ക് സപ്പോസ് ഒരു പിയിൽ നമ്മൾ എടുക്കുന്ന 1 1, ഓക്കെ, അടുത്ത് 2 1, ബാക്കി ഇതിൽ ബാക്കിയുള്ള ആളൊക്കെ ഉണ്ട്. നമ്മൾ സപ്പോസ് പിയിൽ ഒരു 2 1 ഉണ്ട് 1 2 ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 1 1 2 ഒക്കെയാണ്, ബാക്കി അതൊക്കെ ഉണ്ട്, റിഫ്ലെക്സീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ലെറ്റ് ദം ബി. ഓക്കെ, അടുത്ത് നമുക്ക് ക്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 1 3 3 1 ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതിലും ബാക്കി എല്ലാ റിഫ്ലെക്സീവിൻ്റെ എല്ലാ ഐറ്റംസും കാര്യങ്ങളും ഉണ്ട്. ഇവിടെയും 1 1 2 2. നമുക്കിവിടെ 3 3 എടുത്തിട്ട് കാര്യമില്ലല്ലോ, 1 എടുത്തിട്ട് കാര്യമില്ല. സപ്പോസ് 3 2. 1 2 3. യെസ്, അല്ല 1 3 3 1 മതി. 1 3 3 1. ഓക്കെ, ഇവിടെ സപ്പോസ് നമ്മൾക്ക് ഏതൊക്കെയുണ്ട്, 1 1 2 2 3 3 ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. 2 2 സോറി 1 1 2 2 3 3 ഇതെല്ലാം നമ്മളുടെ എ എന്ന് പറയുന്നത് 1 2 3 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ഇത് ട്രാൻസിറ്റീവ് ആണ്, ഇതും ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, രണ്ടും ട്രാൻസിറ്റീവ് ആണ്. അതിന്റെ ഇന്റർസെക്ഷൻ നമുക്ക് എടുക്കുമ്പോൾ ഇത് രണ്ടും പോകും, ഇത് മാത്രമേ വരത്തുള്ളൂ, അത് ട്രാൻസിറ്റീവ് ആയിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട്. ഓക്കെ, അടുത്ത് നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണ്, യൂണിയൻ ട്രാൻസിറ്റീവ് ആകും നോക്കുന്നത്. ഈ കേസിൽ 3 ശരിയാണ് കേട്ടോ, 1 2 3 3 ശരിയാണ്. നമുക്കിവിടെ നോക്കി. ഓക്കെ, ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഇന്റർസെക്ഷൻ എടുത്താലും യൂണിയൻ എടുത്താലും റിഫ്ലെക്സീവ് ആയിരിക്കും, ഇന്റർസെക്ഷൻ എടുത്താലും യൂണിയൻ എടുത്താലും സിമെട്രിക് ആയിരിക്കും. ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ട്രാൻസിറ്റീവ് ആണ്, യൂണിയൻ എടുക്കുമ്പോൾ ട്രാൻസിറ്റീവ് ആവുമെന്ന് നോക്കാനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, സപ്പോസ് ഇതിന്റെ യൂണിയൻ എടുത്തു എന്ന് വിചാരിക്കുക, ഇത് രണ്ടിന്റെ യൂണിയൻ. അപ്പോൾ ഇതിൽ 2 1 ഉണ്ട്, 1 2 ഉണ്ട്, 1 3 ഉണ്ട്, 3 1 ഉണ്ട്. അപ്പം നമുക്കിവിടെ അറിയാം 2 1 ഉം 1 3 ഉണ്ട്, പക്ഷെ 2 3 ഉണ്ടോ? ഇല്ല. അപ്പം അത് ട്രാൻസിറ്റീവ് ആകത്തില്ല. അപ്പോൾ ഇവിടെ ആകെ നമ്മൾ പിയും ക്യൂവും ഇക്വലൻസ് ആണെങ്കിൽ, പിയും ക്യൂവും ഇക്വലൻസ് റിലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, രണ്ടും എ എന്നുള്ളതാണ്, പിയും ക്യൂവും ഇക്വലൻസ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ പി ഇന്റർസെക്ഷൻ ക്യൂ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആയിരിക്കും, സിമെട്രിക് ആയിരിക്കും, ട്രാൻസിറ്റീവ് ആയിരിക്കും. പി ഇന്റർസെക്ഷൻ ക്യൂവും ഇക്വലൻസ് റിലേഷൻ ആയിരിക്കും, പക്ഷെ ഈ പി യൂണിയൻ ക്യൂ റിഫ്ലെക്സീവ് ആയിരിക്കും, സിമെട്രിക് ആയിരിക്കും, പക്ഷെ ആരാവില്ല, ട്രാൻസിറ്റീവ് ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു തന്നേന്, നിങ്ങൾ നോക്കണമെന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടൊന്ന് പറഞ്ഞു തന്നതാണ്. നമുക്ക് ഇവിടുത്തെ കേസിൽ ഈ 3 ഓപ്ഷനും ശരിയാണ്, കാരണം പി ഇന്റർസെക്ഷൻ ക്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്, സോ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു മക്കളെ, ഈ ടൈപ്പ് ചോദ്യങ്ങൾ, ഇങ്ങനത്തെ നമ്മൾ ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ഈസി ആയിട്ട് അടിച്ച് പൊളിച്ച് തീർത്ത് തമർത്ത് നമ്മൾ ഉത്തരങ്ങൾ ചെയ്യുക. നമുക്ക് തിമിർത്ത് ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്താൽ മതി. എന്താ മക്കളെ, ലോജിക്കലി. ഇവൻ ഇത്രയും നിങ്ങൾ എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. MCQ ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും എഴുതേണ്ട, ലോജിക്കലി തിങ്ക് ചെയ്ത് നോക്കിയാൽ ഇതാകുമ്പോൾ ആകുമോ, ആകുമ്പോൾ ഇതാകും. അങ്ങനെയാണെങ്കിൽ അത് ഇന്നടുത്ത് വേണം, അല്ലെങ്കിൽ ഇന്നടുത്ത് വേണം. ഇന്നടുത്തുണ്ടായാലും ഉണ്ടാകും, ഇന്നടുത്തുണ്ടായാലും അതിൻ്റെ ഇമേജ് ഉണ്ടാകും. അപ്പോൾ അതും ശരിയാണ്. ഇനി ഇന്റർസെക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ട് ഇവിടെയും ഉണ്ടാകണം, അവിടെയും ഉണ്ടാകണം. സോ ഇവിടെയും അതിൻ്റെ ട്രാൻസിറ്റീവ് ആയിട്ടുള്ള ആളുണ്ടാകും, അവിടെയും അതിൻ്റെ ട്രാൻസിറ്റീവ് ആയിട്ടുള്ള ആളുണ്ടാകും. സോ രണ്ടിൻ്റെ ഇന്റർസെക്ഷനിലും ട്രാൻസിറ്റീവ് ആയിട്ടുള്ള ആളുണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, സോ അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അടുത്തത്, ഇഫ് എ ആൻഡ് ബി ആർ 2 non-empty sets having 10 elements in common. ഓക്കെ, എയിലും ബിയിലും 2 non-empty sets ആണ്, അവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളത് 10 ആണ്. സോ n ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ,
നമ്മളുടെ ചോദ്യം അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിക്കും ബി ക്രോസ് എക്കും എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. എ ക്രോസ് ബിക്കും ഓക്കെ ഇന്റർസെക്ഷൻ ബി ക്രോസ് എ എത്ര എണ്ണം വരും? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇതാണ് എന്ത് മക്കളെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് ഒന്നുമില്ല, നമുക്കൊരു എക്സാമ്പിൾ വെച്ചാണെങ്കിലും പറയാം. എയും ബിയും ഒരേ 10 ആൾക്കാരുള്ള എടുത്തു, അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതിൽ 100 ആൾക്കാർ വേണം. ഡയറക്റ്റ് നമുക്ക് 100 ആണ് വരണം. കാരണം ഇതൊന്നും അല്ലാത്ത കേസുകൾ നമ്മൾ പറഞ്ഞാൽ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇതെല്ലാം തെറ്റാണെന്ന് കണ്ടു. ഓക്കെ, എ ഇന്റർസെക്ഷൻ എയിൽ 10 ആൾക്കാർ, എൻ ഓഫ് എ 10 ആൾക്കാരാണെന്ന് വിചാരിക്കുക. എ ഇന്റർസെക്ഷൻ എയിൽ എത്ര പേരാ? 10 ആൾക്കാരേ ഉള്ളൂ. അപ്പൊ എൻ ഓഫ് എ ക്രോസ് എ എന്തായിരിക്കും? എൻ ഓഫ് എ ക്രോസ് എ എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഡയറക്റ്റ് നമുക്ക് പറയാം. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം. ചെയ്തു നോക്കിയിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ പറയാം? എ ക്രോസ് ബിയിലെ ആൾക്കാർ എന്ന് പറയുന്നത് ഓക്കെ എ ബി എലമെന്റ് ഓഫ് എ ക്രോസ് എ ബിയും ബി എ എലമെന്റ് ഓഫ് എ ക്രോസ് ബിയുമാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ എ ബി എലമെന്റ് ഓഫ് എയും വരണം, എ ബി എലമെന്റ് ഓഫ് ബിയും വരണം. ഓക്കെ, എ ബി എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി വരണം, എ ഇന്റർസെക്ഷൻ ബി വരണം. ഓക്കെ, അപ്പോൾ ആദ്യത്തേതിലും 10 ആൾക്കാർ വരാം, രണ്ടാമത്തേതിലും 10 ആൾക്കാർ വരാം. സോ 10 പേര് വെച്ച് വരുന്ന എത്ര പോസിബിലിറ്റീസ് ഉണ്ടാകും? 10 times 10 ഉണ്ടാകും, 100 പോസിബിലിറ്റീസ് ഉണ്ടാകും. അവിടെ നിന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അത് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമുക്കപ്പോൾ ഇവിടെ 10 പോസിബിലിറ്റീസ് ആണ് ഇവിടെയും വരുന്നത്, ഇവിടെയും 10 പോസിബിലിറ്റീസ് ആണ് വരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ 10 times 10 വരും, വിച്ച് വിൽ ബി നത്തിങ് ബട്ട് 100 പോസിബിലിറ്റീസ് വരും. ഓക്കെ, അടുത്ത് ലെറ്റ് ഇസഡ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണ് നമുക്ക് സ്ക്വയർ മോഡലിൽ തന്നിട്ടുള്ള. സോ ഇസഡ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് വൈ ആൻഡ് വൈ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് മൈനസ് എക്സ് വേർ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് എക്സ് ഈസ് നോട്ട് ആൻ ഇന്റിജർ ബട്ട് പോസിറ്റീവ്. എക്സ് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇസഡ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഓഫ് വൈ, വൈ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്. എക്സ് ഇന്റിജർ അല്ല, എക്സ് ഈസ് നോട്ട് ആൻ ഇന്റിജർ. എക്സ് ഇന്റിജർ അല്ല, അപ്പൊ നമുക്ക് എക്സിനെ സം ഇന്റിജർ, എൻ ഇന്റിജർ ആണ്, എൻ ഇന്റിജർ ആയിട്ടാണ് എടുക്കുന്നത്, ഏതെങ്കിലും ഒരു ഇന്റിജർ പ്ലസ് സം ഡി. ഡി എന്ന് പറയുന്നത് നമുക്ക് ഡെസിമൽ വാല്യൂ, ഡെസിമൽ ആയിട്ട് എടുക്കാം, മെയിൻലി ബിറ്റ്വീൻ 0 ലെസ് ദാൻ ഡി ലെസ് ദാൻ 1. ഓക്കെ, 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു ഡെസിമൽ വാല്യൂ ആയിട്ടാണ് എടുക്കുന്നത്. ആ മോഡലിലായിരിക്കും എല്ലാം, അതായത് സം നമ്പർ ഡെസിമലും കാണും. ഓക്കെ, 3.4 3.5 അങ്ങനെയൊക്കെ പറഞ്ഞ് കാണും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ y എന്തായിരിക്കും വരുന്ന? y ഈക്വൽ ടു എക്സ് മൈനസ് എക്സ്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ആയതുകൊണ്ട് എക്സ് ഇത് പോസിറ്റീവ് ആണ്, എക്സ് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, എക്സ് പോസിറ്റീവ് ആണ്. എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? എക്സിനെക്കാട്ടി വലുതായിരിക്കും. ഓക്കെ, നമുക്ക് പറയാം എന്താണ് ഇത്? എക്സിനെക്കാട്ടി വലുതായിട്ടായിരിക്കും വരുന്നത്, ഡി കൂടിയായിരിക്കും വരുന്നത്. സോ അത് നമ്മൾ പറയാൻ പറ്റുമോ? നെഗറ്റീവ് ആണെങ്കിൽ ഡി കുറഞ്ഞായിരിക്കും വരേണ്ടത്. ഓക്കെ, നമുക്ക് എന്തായാലും കൂടിയായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എഴുതാം എൻ ആയിരിക്കും, ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ആയിട്ട് വരുന്ന എൻ ആയിരിക്കും, മൈനസ് എൻ. ഇവിടെ നമുക്ക് എടുക്കും മൈനസ് എൻ, എക്സ് ആണ്, മൈനസ് എൻ മൈനസ് ഡി വരും, വിച്ച് വിൽ ബി നത്തിങ് ബട്ട് മൈനസ് ഡി. ഓക്കെ, മൈനസ് ഡി. ഡി എന്ന് പറയുന്നത് എന്താ? 0. നമുക്കറിയാം 0 ലെസ് ദാൻ ഡി ലെസ് ദാൻ 1 ആണ്. സോ മൈനസ് ഡി എന്ന് പറഞ്ഞാലോ മൈനസ് 1 ലെസ് ദാൻ മൈനസ് ഡി ലെസ് ദാൻ 0 ആയിരിക്കും വരുന്നത്. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ചിഹ്നം റിവേഴ്സ് ആകും. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഇത് വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് എഴുതിയിട്ട് എഴുതാം. ഓക്കെ, നെഗറ്റീവ് എടുക്കുമ്പോൾ 0 ഗ്രേറ്റർ ദാൻ മൈനസ് ഡി ഗ്രേറ്റർ ദാൻ മൈനസ് 1 അഥവാ മൈനസ് 1 ലെസ് ദാൻ മൈനസ് ഡി ലെസ് ദാൻ 0 ആയിരിക്കും വരുന്നത്. സോ നമ്മുടെ y വാല്യൂ നമുക്ക് എന്ത് പറയാം? മൈനസ് 1 ലെസ് ദാൻ y ലെസ് ദാൻ 0. y എന്ന് പറയുന്നത് മൈനസ് 1നും 0ക്കും ഇടയ്ക്കുള്ള വാല്യൂ ആണ്. സോ നമ്മളുടെ z എന്ന് പറയുന്ന ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് y എന്ന് പറയുന്നത്, അതായത് yക്ക് തൊട്ട് മുമ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഇന്റിജർ. y എന്ന് പറയുന്നത് മൈനസ് 1നും 0ക്കും ഇടയ്ക്കാണ് വരുന്നത്. സോ അതിന് തൊട്ട് മുമ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഏതാ? -1. സോ ഇസഡിന്റെ വാല്യൂ -1 ആണ്. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഈ ചോദ്യത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ വെച്ച് ചെയ്താൽ മതി. എക്സ് ഒരു പോസിറ്റീവ് ആണ്, ഓക്കെ, പക്ഷേ ഇന്റിജർ അല്ല. അപ്പൊ നമുക്ക് എക്സിന് ഒരു ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാൻ ഒരു 3.5 കൊടുത്തു.
എക്സ് ഈക്വൽ ടു 3.5 നമുക്ക് കൊടുത്തു, എക്സിന് പറ്റുന്ന ഒരു വാല്യൂ കൊടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ y എന്ത് വരും? y ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 3.5 മൈനസ് 3.5 വരും, വിച്ച് വിൽ ബി നത്തിങ് ബട്ട് ഇത് 3 ആണ്, 3 മൈനസ് 3.5 മൈനസ് 0.5 വരും. ഓക്കെ, z ഈക്വൽ ടു എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് y ആണ്, അതെന്ത് വരും? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 0.5. അപ്പോൾ 0.5ന് തൊട്ട് മുമ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള 0.5ന് തൊട്ട് മുമ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഏതാ? -1 ആണ്. ഓക്കെ, ഒരിക്കലും 0 എഴുതി വെക്കരുത്. 0.5 ആയിരുന്നെങ്കിൽ 0 ആയിരുന്നു. 0 to 1, 0.5 to 0 to 1 വരുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ 0 വരും. -1 to 0 വരുമ്പോൾ അത് -1 ആണ് വരുന്നത്. ഓക്കെ, അതിലാണ് ഇത് വരുന്നത്. സോ അത് -1 ആണ്. സോ നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് പറയാം -1 ആണ്. അപ്പൊ 0 വരണമെന്നില്ല, 1 വരണമെന്നില്ല, 2 വരണമെന്നില്ല, അതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആ ഓപ്ഷൻ എഴുതാം. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എക്സാമ്പിൾ വെച്ച് പറയാം. ഇങ്ങനെ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞു പോകുന്നതിനെ കാട്ടി ഈസി ആയിട്ട് നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റും. അപ്പൊ ചില ചോദ്യങ്ങൾ നമുക്ക് അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, f of x equal to 4x plus 1 and g of x equal to kx plus 2 such that f of g of x equal to g of f of x. What is the value of k? So നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അകത്തോട്ടെടുത്ത് ചെയ്തു നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ നോക്കട്ടെ. 4x f of g of x നോക്കാം. f of g of x നോക്കാം. f of g of x എന്ന് പറയുന്നത് എന്തായിരിക്കും? f of x എന്ന് പറയുന്ന 4, ആ എക്സിന് പകരം ഏത് വരണം? g of xന്റെ വാല്യൂ വരണം, kx plus 2 വരണം, plus 1 ഉണ്ട്, which will be nothing but 4kx plus ഇവിടെ നോക്കിക്കേ 8 വരും, 8 plus 1 എന്താകും? 9 ആകും. ഓക്കെ, അടുത്ത് g of f of x എന്ത് വരും? g of f of x എന്ന് പറയുന്നത് നോക്കിക്കേ k ടൈംസ്, ഓക്കെ, എക്സിന്റെ സ്ഥാനത്ത് 4x plus 1 വരും plus 2 വരും. അതെന്ത് വരും? നോക്കിക്കേ 4kx നമ്മൾ നേരത്തെ ചെയ്ത മറ്റേത് ഒരു വർഷത്തെ ചോദ്യമായിരുന്നു, ഇതായത് മുമ്പുള്ള ഒരു വർഷമാണ്. അപ്പോൾ രണ്ടിലും വന്ന് സെയിം മോഡൽ ടൈപ്പാണ്. മറ്റേതിൽ വാല്യൂസ് കൊടുത്തിട്ടില്ലായിരുന്നു, അത് കണക്ട് ചെയ്താണ് ചോദിച്ചാൽ ഇവിടെ വാല്യൂസുകൾ തന്നിട്ടുണ്ട്, അത് കണക്ട് ചെയ്തുള്ള ചോദ്യം. അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ മോഡല് കാര്യങ്ങളൊക്കെ സെയിം ആണ്. പ്ലസ് കെ എന്ത് വരും? പ്ലസ് 2 വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 4kxും 4kxിന് എഫ് ഓഫ് ജി ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് എക്സും സെയിം ആണെന്നാണ് പറയുന്നത്. സോ 4kxും സെയിം ആണ്. സോ അത് നമ്മൾ നോക്കണ്ട, ഇതാണ് നമുക്കിനി നോക്കാനുള്ളത്. സോ 9 ഈക്വൽ ടു k പ്ലസ് 2 വരും. k ഈക്വൽ ടു 9 മൈനസ് 2 എത്ര വരും മക്കളെ? 7 വരും. സോ നമ്മളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 7 ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം നോക്കാം. If f of 2x equal to 4x square plus 1, then for how many real values of x will f of 2x be the geometric mean of f of x and f of 4x? So നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് എഫ് ഓഫ് 2x എന്ന് പറയുന്നത് എത്ര എക്സ് വാല്യൂസിനാണ് എഫ് ഓഫ് എക്സിന്റെയും എഫ് ഓഫ് 4xന്റെയും ജോമെട്രിക് മീൻ ആകുന്നത്. സോ എഫ് ഓഫ് 2x എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ എന്നാണ് പറയുന്നത്. ആരുടെ? എഫ് ഓഫ് എക്സിന്റെയും എഫ് ഓഫ് 4xന്റെയും. സോ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് 2x ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ടൈംസ് എഫ് ഓഫ് 4x. അങ്ങനെ വരുന്ന എത്ര എക്സ് വാല്യൂസ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പം അതിന് ആദ്യം നമ്മൾ ഇത് പോസിബിൾ ആകുന്ന കേസസ് നോക്കണം. സോ ഇവിടെ നോക്കിക്കേ, എഫ് ഓഫ് 2x നോക്കിക്കേ. എഫ് ഓഫ് 2x നമുക്ക് എന്തെന്നാ തന്നിട്ടുള്ളത്? എഫ് ഓഫ് 2x ഈക്വൽ ടു 4x സ്ക്വയർ പ്ലസ് 1. ഓക്കെ, 2xന്റെ മോഡലിലോട്ട് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റുമോ നോക്കാം. 4x സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2x ദ ഹോൾ സ്ക്വയർ പ്ലസ് 1. നോക്കിക്കേ, എഫ് ഓഫ് 2x ആയിരുന്നപ്പോൾ 2x ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ആയി. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 2xന്റെ സ്ഥാനത്ത് എക്സ് ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും. എഫ് ഓഫ് 4x എന്തായിരിക്കും? എഫ് ഓഫ് 4x എന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 4x. സോ 4x ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ 16x സ്ക്വയർ പ്ലസ് 1 എന്ന് വേണമെങ്കിലും എഴുതാം. സോ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻസ് വരുന്നത്. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് എക്സിന് ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആകും എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, എത്രത്തോളം വാല്യൂസിനാണ് എക്സ് പോസിബിൾ ആയിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് സോൾവ് ചെയ്ത് തന്നെ മോസ്റ്റ്ലി ക്വാഡ്രാറ്റിക് ഇക്വേഷനോ മോഡലോ വല്ലതും വരും. അത് സോൾവ് ചെയ്ത് 1 ആണോ 2 ആണോ 2 ആണോ ഇനി 4 ഓപ്ഷൻ വരുന്നതുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയാണെങ്കിലും. സോ നമുക്ക് എഫ് ഓഫ് 2x കൊടുക്കുമ്പോൾ ഇപ്പുറ സൈഡ് എന്താ വരുന്നത്? 4x സ്ക്വയർ. ഇപ്പുറ സൈഡ് എന്താ വരുന്നത്? 4x സ്ക്വയർ. ഓക്കെ, പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് ഓഫ്
എഫ് ഓഫ് എക്സ് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 1 ടൈംസ് അടുത്ത് എന്താ വരുന്നത് 16x സ്ക്വയർ പ്ലസ് 1. ഓക്കെ, നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്യാം. സോ 4x സ്ക്വയർ ദ ഹോൾ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ടൈംസ് 16. അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് ഇവിടെ നമ്പർ റൂട്ട് പോകും. ഇവിടെ നോക്കിയാൽ റൂട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോഴാണ് സ്ക്വയർ ആയത്. ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16x⁴ വരും പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട് പ്ലസ് 16x സ്ക്വയർ ഉണ്ട്. ഓക്കെ, പ്ലസ് 2 ഉണ്ട്. ഈ ഒരു മോഡലാണ് വരുന്നത്. ഇവിടെ നമുക്ക് സോൾവ് ചെയ്താൽ എങ്ങനെ വരും നോക്കാം. ഇവിടെ നമ്മൾ സോൾവ് ചെയ്താൽ ഇതെടുക്കുമ്പോൾ 16x² വരും. ഓക്കെ, x⁴ വരും. രണ്ടിനും സ്ക്വയർ ചെയ്യണ്ടേ. ഓക്കെ, അടുത്ത് 2 പ്ലസ് 2x x അല്ല, ഇത് ഏത് ഫോമിൽ കിടക്കുന്ന a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ a സ്ക്വയർ അപ്പോൾ 4x² ദ ഹോൾ സ്ക്വയർ വരുമ്പോൾ 16x⁴ വരും പ്ലസ് 2ab. സോ 2 ടൈംസ് ab എന്ന് പറയുമ്പോൾ 4x² ഇൻറ്റു 1. ഓക്കെ, 4x² ആണ്. 2 ഇൻറ്റു 4x² എന്ത് വരും 8x² വരും. ഓക്കെ, പ്ലസ് 1² 1 വരും. ഇനി ഈക്വൽ ടു നമുക്ക് ഇവിടെ എന്ത് വരും. ഇവിടെ നമുക്ക് 16x⁴ ഉണ്ട് പ്ലസ് 17x² ഉണ്ട് പ്ലസ് 2 ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് എടുക്കാം. ഇവിടെ നോക്കിക്കേ എന്തൊക്കെ ക്യാൻസൽ ആവും. 16x²⁴ 16x⁴ ക്യാൻസൽ ആയി പോകും അല്ലേ. പിന്നെ ബാക്കി എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് എടുത്താൽ ഇതിനെല്ലാം കൂടെ അങ്ങോട്ട് എടുത്താൽ എന്ത് വരും 17x² മൈനസ് 8x² എന്ത് വരും 9x² വരും. 2 ഉണ്ട്, 1 അപ്പുറത്ത് പോകുമ്പോൾ -1 ആകും. സോ പ്ലസ് 1 ആകും ഈക്വൽ ടു 0. ഇതിന് അപ്പുറത്തോട്ട് എടുത്താണേ, അപ്പുറത്തെ ഈക്വൽ ടു 0 വരും. അത് അപ്പുറത്തോട്ട് ഇട്ടു, അത്രേ ഉള്ളൂ. 17x² മൈനസ് x², 8x² എന്ന് പറയുന്നത് 9x² വരും. അടുത്ത് എന്തുണ്ട് 2 ഇവിടെ എടുത്തു, -1 1 വന്നു. ഓക്കെ, സോ നമുക്ക് കറക്റ്റ് അല്ലേ. 4x² 16. ഓ സോറി, ഇവിടെ അതാണ് ഒരു മിസ്റ്റേക്ക്. അതാണ് ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയ പോലെ തോന്നിയത്. ഞണ്ണു വന്നോണ്ടാ ഒന്നും കൂടെ ഒന്ന് കൺഫേം ആക്കിയോ. 1 × 1 1 ആണ്, മാറിയതാണ്. 1 × 1 1 ആണ്, അറിയാതെ 2 എഴുതി പോയതാണ്. സോ അവിടെ ഇപ്പോഴും 1ഉം ക്യാൻസൽ ആയി പോകുമേ. എന്തും ക്യാൻസൽ ആയി പോകും, 1ഉം ക്യാൻസൽ ആയി പോകും. ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ആയി പോകും നോക്കിക്കേ മക്കളെ. 16ഉം 1ഉം ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് ഇവിടെ കിട്ടും 9x² ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കിട്ടും. സോ അവിടെ നമുക്ക് x ഈക്വൽ ടു എന്ത് കിട്ടും 0 കിട്ടും. സോ എക്സിന് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഏതാ മക്കളെ 0 ആണ്. ജസ്റ്റ് വാല്യൂ ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 2x എന്ന് പറയുന്നത് 1 വരും, f of x എന്ന് പറയുന്നത് 1 വരും, 4x എന്ന് പറയുന്നത് 1 വരും. എല്ലാം 1 ആണ് വരുന്നത്. സോ എന്താണ് f of x 1 ഈക്വൽ ടു √1 ടൈംസ് 1 1² ആണ്, 1 തന്നെ വരും. അപ്പൊ അത് മാത്രമേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. സോ നമുക്ക് എക്സിന് ഏത് വാല്യൂ ആ പോസിബിൾ ആവുന്നത്, എക്സിന് ഏത് റിയൽ വാല്യൂ ആ പോസിബിൾ ആവുന്നത്. എക്സിന് 0 എന്ന് പറയുന്ന റിയൽ വാല്യൂ ആണ്, അത് ഞണ്ണ് കൊടുത്തു കളയരുത്. എക്സിന് എത്ര വാല്യൂ പോസിബിൾ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഹൗ മെനി എന്നുള്ളതാണ് ചോദ്യം. എക്സിന് ഏത് വാല്യൂ എന്നുള്ളതല്ല ചോദ്യം, എക്സിന് എത്ര എന്നുള്ളതാണ് ചോദ്യം. സോ ഒരു വാല്യൂ പോസിബിൾ ആണ്, ഏതാണത് x ഈക്വൽ ടു 0. x ഈക്വൽ ടു 0 എടുക്കുമ്പോൾ f of x എന്ത് വരും, f of x ഈക്വൽ ടു 1 വരും. 2xും 3xും 4xും എല്ലാം 1 തന്നെ വരും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. if f of x ഈക്വൽ ടു 9x minus 8√x such that g of x ഈക്വൽ ടു f of x minus 1 then which of the following is correct? അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് g of x-ന് എത്ര നോ റിയൽ റൂട്ട് ആണ് ഓപ്ഷൻ. ഇവിടെ വന്നിട്ടുള്ളത് ഒരു റിയൽ റൂട്ട് ആണ് g of x-ന്. ഇവിടെ വന്നിട്ടുള്ള g of x-ന് 2 റിയൽ റൂട്ട്സ് ഉണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഒരു റിയൽ റൂട്ട് ഉണ്ട്, പക്ഷെ എന്തല്ല ഇന്റിജർ അല്ല എന്നുള്ളത്. ഇവിടെ ഒരു റിയൽ റൂട്ട് ആണ്, പക്ഷെ അത് ഇന്റിജർ ആണ്. ഇവിടെ ഒരു റിയൽ റൂട്ട് ആണ്, പക്ഷെ അത് ഇന്റിജർ അല്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ആ രീതിക്കുള്ളതാണ് നമുക്ക് ഇവിടെ ഓപ്ഷൻസ് കിടക്കുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് g of x-ന്റെ റൂട്ട്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. g of x നമുക്കറിയാം എന്താണ്, g of x f of x minus 1 എന്ന് തന്നിട്ടുണ്ട്. f of x-ന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, 9x minus 8√x minus 1. g of x-ന്റെ റൂട്ട് കണ്ടുപിടിക്കണം. g of x-ന്റെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കും, g of x-ന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ g of x-നെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് പോസിബിൾ x വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സോ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ നോക്കിക്കേ, x-ന് നമുക്കൊരു റൂട്ട് x നമുക്കൊരു y ആയിട്ട് കൊടുക്കാം. റൂട്ട് x-ന് ഒരു y ആയിട്ട് കൊടുത്താൽ, ഓക്കെ, റൂട്ട് x-നെ y ആയിട്ട് കൊടുത്താൽ y² എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ, x ആയിരിക്കും. ഇവിടെ നമുക്ക് ഈസി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ,
ജി ഓഫ് വൈ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറും? നമ്മൾ ഇക്വേഷൻ മാറും 9y² മൈനസ് 8y മൈനസ് 1 ഈക്വൽ ടു 0. 9y² മൈനസ് 8y മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എടുക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 മൈനസ് 9. ഓക്കെ, നോക്കിക്കേ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 9, കൂട്ടുമ്പോൾ മൈനസ് 8 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? മൈനസ് 9 1 മൈനസ് 9 1 മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് 9 വരും, കൂട്ടുമ്പോൾ മൈനസ് 8 വരും. സോ ഇവിടെ നമുക്ക് ആ രീതിക്ക് എടുക്കാൻ പറ്റും. 9y² മൈനസ് 9y പ്ലസ് y, ഓക്കെ, മൈനസ് 1 ഈക്വൽ ടു 0. ആ രീതിക്ക് എടുക്കുക. ഇവിടെ നിന്ന് 9y കോമൺ ആയിട്ട് എടുത്താൽ y മൈനസ് 1 പ്ലസ് 1 ടൈംസ് y മൈനസ് 1 എന്ന് വരും. സോ നമുക്ക് കിട്ടുന്ന 9y പ്ലസ് 1 ഇൻറ്റു y മൈനസ് 1 ഈക്വൽ ടു 0. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും y ഈക്വൽ ടു മൈനസ് 1/9, y ഈക്വൽ ടു 1. സോ നമുക്ക് രണ്ട് ഇതാണ് വൈക്ക് കിട്ടുന്നത്. വൈക്കാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, വൈക്ക് നമുക്ക് രണ്ട് ഇതാണ് കിട്ടുന്നത്. y ഇനി എന്താണ്? y എന്ന് പറയുന്നത് √x ആണ്. ഓക്കെ, വൈക്ക് രണ്ട് വാല്യൂസ് കിട്ടി. ഓക്കെ, വൈക്ക് നമുക്കിവിടെ രണ്ട് വാല്യൂസ് കിട്ടി. y എന്ന് പറയുന്നത് √x വാല്യൂ ആണ്. y എന്ന് പറയുന്നത് √x ഈക്വൽ ടു y ആണ്. √x പോസിറ്റീവ് അല്ലേ എപ്പോഴും? √x ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 അല്ലേ? √x എപ്പോഴും നമ്മൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് കൊടുത്തില്ലെങ്കിൽ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുമ്പോൾ √x എപ്പോഴും പോസിറ്റീവ് ആയിട്ടെങ്കിൽ മൈനസ് √x എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തത്. √x പോസിറ്റീവ് ആണ്, വിച്ച് ഇംപ്ലൈസ് y എപ്പോഴും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആണ്. y ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് തന്നെ yക്ക് ഏത് വാല്യൂ ആ പോസിബിൾ? y ഈക്വൽ ടു 1 ആണ് പോസിബിൾ. ഓക്കെ, y ഈക്വൽ ടു 1 മാത്രമേ പോസിബിൾ ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ. y ഈക്വൽ ടു 1 മാത്രം പോസിബിൾ ആകുമ്പോൾ നമുക്ക് ഇവിടെ x വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, g ഓഫ് എക്സിനാണ് നമുക്ക് നോക്കേണ്ടത്. സോ x വാല്യൂ നോക്കാം. നമുക്കറിയാം എന്താണ്? y². x ഈക്വൽ ടു എന്താണ്? y² ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് x ഈക്വൽ ടു y² വരുന്നതുകൊണ്ട് തന്നെ 1² വരും. 1² എത്രയാണ്? 1 ആണ്. സോ എക്സിന്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഏത് മാത്രമേ ഉള്ളൂ? ഇവിടെ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സിന് എത്ര റിയൽ റൂട്ട്സ് ആ ഉള്ളേ? ഒറ്റ റിയൽ റൂട്ടേ ഉള്ളൂ. അത് എന്തുവാണ്? ഇന്റിജറുമാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന് ഒറ്റ റിയൽ റൂട്ടേ ഉള്ളൂ. അതെന്തുമാണ്? 1 ഓക്കെ, ക്ലിയർ ആയിട്ട് നമുക്കത് പറയാൻ പറ്റും. ഒരു ഇന്റിജർ റൂട്ടാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ 9x മൈനസ് 1 നമുക്ക് അപ്പുറത്തോട്ട് എടുക്കുക, സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്ത് അല്ലെങ്കിൽ മൈനസ് 8x അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 8x ആകും. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. 9x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 64x എന്ന് പറഞ്ഞു വരും. എന്നിട്ട് അത് സോൾവ് ചെയ്ത് വരുമ്പോഴും നിങ്ങൾ ഉത്തരത്തിലോട്ട് എത്തും. ഓക്കെ മക്കളെ, അപ്പൊ ആ ഒരു രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ √x എന്ന് പറയുന്നത് ആ ഒരു മോഡലിൽ വരും. സോ √x വരുമ്പോൾ അത് നമ്മളത് ശ്രദ്ധിക്കുക. ഓക്കെ, √x എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത് സിറ്റുവേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. എഫ് ഓഫ് എക്സ് ടൈംസ് എഫ് ഓഫ് വൈ ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്ത സെയിം മോഡൽ ചോദ്യത്തിലുള്ള ടൈപ്പാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതിന്റെ അഡീഷൻ മോഡൽ ചെയ്തു. അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ മിക്സ് ആയിട്ട് വരുന്ന പറഞ്ഞാൽ നമ്മൾ ചെയ്തു. അതുപോലെ ഡിവിഷൻ വരുന്ന മോഡൽ ചെയ്തു. ടിപ്സ് വെച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ അതുപോലെ വരുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് ഇതും. ഓക്കെ, ഇതും സെയിം തന്നെയാണ്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ടൈംസ് എഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ചോദ്യം. നമുക്ക് എന്തറിയാം? എഫ് ഓഫ് 2 എടുക്കാം. 4 ഈക്വൽ ടു പറയാം. അല്ലെങ്കിൽ 2 എഫ് ഓഫ് 2 ടൈംസ് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ഓഫ് 4 വരും. ഓക്കെ, എഫ് ഓഫ് 2 ടൈംസ് 2 വരും. അത് എഫ് ഓഫ് 4 ആണ്. ഇവിടുത്തെ ലോജിക്ക് വെച്ചാണെങ്കിൽ നമുക്കറിയാം എഫ് ഓഫ് 2 എന്താണ്? 4 ആണ്. സോ എഫ് ഓഫ് 4 ഈക്വൽ ടു നമുക്ക് പറയാം 4 ടൈംസ് 4 എന്ന് പറയാം, അഥവാ 16 എന്ന് പറയും. ഇവിടെ നമ്മൾ 2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താണ് 16. അപ്പൊ എഫ് ഓഫ് 4 16 ആണ്. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 4 ആണ്. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 4 ആണ്. ഇനി നമുക്കറിയാം എഫ് ഓഫ് 1/2. ഓക്കെ, 1/2 നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് 2/4. ഓ, ഇത് 2/4 മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടല്ലേ വരേണ്ട? 4 ടൈംസ് തിരിച്ചു പറയാം. എഫ് ഓഫ് 4 ടൈംസ് 1/2 എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് 2 ആണ് അല്ലേ?
എഫ് ഓഫ് 4 ടൈംസ് ഹാഫ് എന്ന് പറയുന്നത് 4 ടൈംസ് ഹാഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് 2 ആണ്. 4 ടൈംസ് ഹാഫ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, സോ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എഫ് ഓഫ് 4 ടൈംസ് എഫ് ഓഫ് 1/2 ഈക്വൽ ടു എഫ് ഓഫ് 2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. അപ്പോൾ എഫ് ഓഫ് 4 എന്ന് പറയുന്നത് എന്താ? 16 ആണ്. 16 ടൈംസ് എഫ് ഓഫ് 1/2 ഈക്വൽ ടു എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എത്രയാ? 4 ആണ്. ഓക്കെ, എഫ് ഓഫ് 1/2 ഈക്വൽ ടു നത്തിങ് ബട്ട് 4/16. ദാറ്റ് ഈസ് വാട്ട് നമുക്ക് കിട്ടും എന്താണ്? 1/4. സോ ആൻസർ 1/4 ആണ് വരുന്നത്. സെയിം മോഡൽ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മോഡൽ തന്നെ ബൈ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ മോഡൽ തന്നെയാണ് നമുക്ക് ഇവിടെ ഇതും വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വരുന്നതും സെയിം ആ ഒരു സെയിം ഐഡിയ മോഡൽ തന്നെയാണ് വരുന്നത്. ആ ടിപ്പ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, എഫ് ഓഫ് 1/2 എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം ആ ഒരു സെയിം മോഡൽ നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് 1/2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് 2⁻⁻1 ആണ്. അതിനെ എഫ് ഓഫ് 2 the whole raised to -1 എന്ന് പറയാം, which will be nothing but 4⁻⁻1 that is 1/4. ആ രീതിക്കും നമുക്ക് ഈസി ആയിട്ട് ഇവിടെ പറയാൻ പറ്റും. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ 1/4 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തു. ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മളെ DPPC കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല ഉഷാറായിട്ട് എങ്ങനെ മക്കളെ നല്ല ഉഷാറായിട്ട് പരീക്ഷകൾ എൻട്രൻസ് എക്സാംസ് കാര്യങ്ങളൊക്കെ ക്രാക്ക് ചെയ്യാൻ നിങ്ങളുടെ NTA എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നല്ല ഉഷാറായിട്ട് റെഡി ആവുക. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റും. അതുകൊണ്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാം പഠിക്കുക. സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ആഷിഖ് സാർ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് എടുത്തു തന്നിട്ടുണ്ട്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസും നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അതിന്റെ കാര്യങ്ങളൊക്കെ കാണുക. അതുപോലെ നമുക്ക് ഇനി ലൈവ് സെഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലെല്ലാം അറ്റൻഡ് ചെയ്ത് നല്ല ഉഷാറായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റും മക്കളെ. അപ്പോൾ എല്ലാവരും റെഡി ആവുക. അടുത്ത വീഡിയോ വേണ്ടി അടുത്ത് കാണാം. ബൈ ബൈ.